السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. അബൂ ജഅഫർ തഹാവി റഹ്മത്തുള്ളാഹി അലൈഹി തുടർന്നുകൊണ്ട് അദ്ദേഹം പറയുന്നു, വനുഅ്മിനു ബില്ലൗഹി വൽ ഖലമി വബിജമീഇ മാ ഫീഹി ഖദ് റുഖിം. വനുഅ്മിനു അഹ്ലുസുന്നത്തി വൽ ജമാഅ, നമ്മൾ അഹ്ലുസുന്നത്തി വൽ ജമാഅ വിശ്വസിക്കുന്നു. ബില്ലൗഹി, ലൗഹുൽ മഹ്ഫൂദിൽ വിശ്വസിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വൽ ഖലമി, കലമിലും വിശ്വസിക്കുന്നുണ്ട്. പേനയാണ് കലം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലൗഹുൽ മഹ്ഫൂദ് എന്ന് പറഞ്ഞ സുരക്ഷിതമായ പലകം, എഴുതി രേഖപ്പെടുത്തി കാര്യങ്ങളൊക്കെ എഴുതി രേഖപ്പെടുത്തി വെക്കാൻ പറ്റുന്ന സുരക്ഷിതമായ, മറ്റുള്ളവരുടെ മനുഷ്യ ജിന്നുകളിലുള്ള പിശാചുകളുടെയോ മറ്റുള്ള ഏതെങ്കിലും ഭാഗത്തിൽ നിന്നുള്ള കൈകടത്തലുകൾക്ക് യാതൊരു സാധ്യതയുമില്ലാത്ത സംരക്ഷിതമായ സുരക്ഷിതമായ പലക, അതിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. വബിജമീഇ മാ ഫീഹി ഖദ് റുഖിം, ആ ലൗഹിൽ, ആ സുരക്ഷിതമായ പലകത്തിൽ എഴുതി വെക്കപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണോ നമുക്ക് അറിയുന്നത്, വളരെ വളരെ കുറഞ്ഞ വളരെ തുച്ഛമായ കാര്യങ്ങൾ മാത്രമേ നമുക്കറിയുകയുള്ളൂ. അതിൽ എഴുതപ്പെട്ടത് വളരെ തുച്ഛം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ കൂടെയോ നബി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലം അവിടുത്തെ സുന്നത്തിൽ കൂടെയോ നമുക്ക് അറിയിക്കപ്പെട്ട വളരെ തുച്ഛം കാര്യങ്ങൾ നമുക്കറിയുകയുള്ളൂ. നാം അറിയുന്നതും അറിയാത്തതുമായ ആ ലൗഹുൽ മഹ്ഫൂദിൽ എഴുതി രേഖപ്പെടുത്തി വെക്കപ്പെട്ട ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അത് മുഴുവത്തിലും നമ്മൾ മൊത്തത്തിലുള്ള വിശ്വസിക്കുന്നു. ഇന്നത് എന്ന് നമുക്കറിയുകയില്ലെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് നടക്കുന്ന സകല കാര്യങ്ങളിൽ ഖിയാമത്ത് നാൾ വരേക്കുള്ള സകല കാര്യങ്ങളും അതിൽ എഴുതി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഖലമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച ആദ്യ സമയത്ത് അതിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുതാൻ വേണ്ടി പറഞ്ഞു. അള്ളാഹുവിനോട് അത് ചോദിച്ചു, എന്താണ് എഴുതേണ്ടത് അള്ളാഹുവേ? അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മാ ഹുവ കായിനുൻ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന സകല കാര്യങ്ങളും എഴുതി രേഖപ്പെടുത്തി വെക്കാൻ അതിനോട് കൽപ്പിച്ചു. അത് അങ്ങനെ ആ ലൗഹുൽ മഹ്ഫൂദിൽ അത് എഴുതി രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തു. ഈ പറയുന്ന ലൗഹുൽ മഹ്ഫൂദിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഈ കലമിനെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അഹ്ലുസുന്നത്തി വൽ ജമാഅ ഇങ്ങനെ ഒരു ലൗഹുണ്ട്, അതുപോലെ തന്നെ ഒരു കലമുണ്ട് അള്ളാഹുവിന്റെ സൃഷ്ടിയുടെ കൂട്ടത്തിൽ. ആ പേന കൊണ്ട് ആ ലൗഹുൽ മഹ്ഫൂദിൽ ഖിയാമത്ത് നാൾ വരെ വരുന്ന കാര്യങ്ങളൊക്കെ എഴുതി രേഖപ്പെടുത്തി വെക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഖദറിൽ വിശ്വസിക്കുന്നതിന്റെ കൂട്ടത്തിൽ അതിന്റെ അർക്കാനുകൾ, പ്രധാനപ്പെട്ട ഭാഗങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ഖദറിലുള്ള വിശ്വാസം 3-4 പദവികൾ, അതല്ലെങ്കിൽ 3-4 അർക്കാനുകൾ, പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളെക്കുറിച്ചും മുൻകൂട്ടി അറിഞ്ഞിരിക്കുന്നു. ആ അറിഞ്ഞ കാര്യങ്ങൾ മുഴുവനും ലൗഹുൽ മഹ്ഫൂദിൽ എഴുതി രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് ഖദറിനെ കുറിച്ചുള്ള വിശ്വാസത്തിന്റെ കാര്യത്തിൽ പല സദസ്സുകളിൽ നമ്മൾ അത് ഉണർത്തിയിരുന്നു, പറഞ്ഞിരുന്നു. ആ പറഞ്ഞ ഖദറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശ്വാസം തന്നെയാണിത്. ലൗഹുൽ മഹ്ഫൂദുണ്ട്,
കലമുണ്ട്. ആ കലം കൊണ്ട് ലൗഹുൽ മഹ്ഫൂദിൽ ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുതി രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള വിധിയിലുള്ള ആ വിശ്വാസത്തിൽപ്പെട്ടത് തന്നെയാണ് ഈ കാര്യങ്ങൾ. വബിജമീഇ മാ ഫീഹി ഖദ് റുഖിം, ആ ലൗഹുൽ മഹ്ഫൂദിൽ എഴുതി രേഖപ്പെടുത്തി വെക്കപ്പെട്ട എല്ലാ കാര്യത്തിലും നമ്മൾ വിശ്വസിക്കുന്നു. മുഴുവനും വിശദമായി നമുക്കറിയുകയില്ല. പക്ഷേ എഴുത്ത് നടന്നിട്ടുണ്ട്, രേഖപ്പെടുത്തൽ നടന്നിട്ടുണ്ട്. കലമിനെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഖലമിൽ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു. അള്ളാഹു അവന്റെ സൃഷ്ടികളിൽപ്പെട്ട ഏതെങ്കിലും ഒന്നിനെ പിടിച്ചുകൊണ്ട് സത്യം ചെയ്ത് പറയുന്നുണ്ട്, അതിന്റെ ബഹുമാന ആദരവിന്റെ മേൽ അറിയിക്കുന്നതാണ്. നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ, നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ. ആ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഹിജായിയായ അറബി അക്ഷരങ്ങളിൽപ്പെട്ട ആ നൂൻ എന്ന് പറയുന്ന അക്ഷരത്തെ പറഞ്ഞതിന്റെ ശേഷം വൽ ഖലമി, പേനയെ തന്നെയാണ് സത്യം. വമാ യസ്തുറൂൻ, അത് എന്തൊക്കെയാണ് എഴുതുന്നത് ആ പറയുന്ന കാര്യങ്ങളുമാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതേപോലെ തന്നെ ലൗഹുൽ മഹ്ഫൂദിനെ കുറിച്ചും ഖുർആനിൽ വന്നത് ബൽ ഹുവ ഖുർആനുൻ മജീദുൻ ഫീ ലൗഹിൻ മഹ്ഫൂദ്, ബൽ ഹുവ ഖുർആനുൻ മജീദുൻ ഫീ ലൗഹിൻ മഹ്ഫൂദ്. ലൗഹുൽ മഹ്ഫൂദ് സുരക്ഷിതമായത്, ആ ലൗഹുൽ മഹ്ഫൂദിൽ എഴുതി രേഖപ്പെടുത്തി വെക്കപ്പെട്ട ആ കാര്യത്തിൽ ആർക്കും ഒരു കൈകടത്തൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്കല്ലാതെ മറ്റൊരു മഖ്ലൂക്കിനും ഒരു കൈകടത്തലുകളോ മാറ്റത്തിരുത്തലുകളോ അതിൽ കൂട്ടാനോ കുറക്കാനോ വെട്ടാനോ തിരുത്താനോ യാതൊരു സ്വാതന്ത്ര്യവും യാതൊരു കഴിവും ഒരു സാധ്യതയും ഇല്ലാത്ത നിലക്ക് സുരക്ഷിതമായ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് സംരക്ഷിക്കപ്പെട്ട ആ ലൗഹുൽ മഹ്ഫൂദാണത്. ലലാലത്തിന്റെ ഖുറാഫാത്തിന്റെ ആളുകള്, അവരുടെ ഔലിയാക്കള്, അവര് ബഹുമാനിച്ച് ആദരിക്കുന്നവർ എന്ന് പറയുന്ന ആളുകൾക്ക് ഈ ലൗഹുൽ മഹ്ഫൂദിൽ ഒരു ദിവസവും 1-2 പ്രാവശ്യം മാസത്തിൽ അതല്ലെങ്കിൽ വർഷത്തിൽ എത്തി നോക്കലുണ്ട് എന്നൊക്കെയുള്ള ലലാലത്തുകൾ, വഴികേടുകൾ അവർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബഹുമാനിച്ച് ആദരിച്ചുകൊണ്ട് ഖസീദത്ത് ബുർദ എന്ന് പറയുന്ന ബുർദ എന്ന പേരിൽ അറിയപ്പെടുന്നു. ലലാലത്തിന്റെ ഖുറാഫാത്തിന്റെ സൂഫിയത്തിന്റെ ആളുകൾ അവരുടെ സദസ്സുകളിലൊക്കെ പാടിപ്പുകഴ്ത്തുന്ന ബുർദ എന്ന് പറയുന്ന ആ പദ്യസമാഹാരത്തിന്റെ കൂട്ടത്തിൽ വമിൻ ഉലൂമിക ഇൽമുൽ ലൗഹി വൽ ഖലമി എന്നവർ പറയുന്നതും പാടിപ്പുകഴ്ത്തുന്നതും കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിങ്ങളുടെ വിജ്ഞാനം, നിങ്ങളുടെ അറിവാണ് ലൗഹുൽ മഹ്ഫൂദിലുള്ളത്, പേന എഴുതി രേഖപ്പെടുത്തിയതൊക്കെയാണ്. വ്യക്തമായ കളവാണ്, ആരോപണമാണ്. ഈ പറയുന്ന ലൗഹിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ലൗഹുൻ മഹ്ഫൂദ് എന്ന്. മറ്റുള്ളവരുടെ കൈകടത്തലുകൾക്കോ എത്തിനോട്ടങ്ങൾക്കോ കട്ടുനോക്കലുകൾക്കോ അതല്ലെങ്കിൽ അവിടെ വെട്ടിത്തിരുത്തലുകൾക്കോ മാറ്റത്തിരുത്തലുകൾക്കോ യാതൊരു സാധ്യതയുമില്ലാത്ത, അവർക്ക് അതിനുള്ള യാതൊരു കഴിവും യാതൊരു അവകാശവുമില്ലാത്ത നിലക്ക് സംരക്ഷിക്കപ്പെട്ടതാണ് ലൗഹുൽ മഹ്ഫൂദ്. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഫീ കിതാബിൻ മക്നൂനിൻ ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ. കിതാബും മക്നൂൻ, ബഹുമാന ആദരണീയമായ സുരക്ഷിതമായ ഗ്രന്ഥം എന്നുള്ള നിലയ്ക്ക് ലൗഹുൽ മഹ്ഫൂദിനെ കുറിച്ചാണ് അല്ലാഹു ഈ ആയത്തിലും പറഞ്ഞത്. വേറൊരു സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു സൂറത്തുർ റഅദിൽ യംഹുല്ലാഹു മാ യശാഉ വയസ്ബിത് വഇൻദഹു ഉമ്മുൽ കിതാബ്. ലൗഹുൽ മഹ്ഫൂദിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ചതാണ് ഇതൊക്കെ. ലൗഹുൽ മഹ്ഫൂദ്, കിതാബുൽ മക്നൂൻ, ഉമ്മുൽ കിതാബ് എന്ന് പറയുന്ന ഗ്രന്ഥങ്ങളുടെ മുഴുവനും മാതാവായിട്ടുള്ള ആ ഗ്രന്ഥം അതിൽ എഴുതി രേഖപ്പെടുത്തി വെക്കപ്പെട്ടതാണ്. പിന്നീട് പരിശുദ്ധ ഖുർആൻ അതിൽപ്പെട്ടതാണ്. നമ്മുടെ ഓരോരുത്തരുടെയും കാര്യങ്ങൾ അല്ലാഹു സൃഷ്ടികളായ നമ്മുടെ മേലിൽ വിധിക്കപ്പെട്ട തീരുമാനിക്കപ്പെട്ട കാര്യങ്ങൾ അതിൽ എഴുതി രേഖപ്പെടുത്തി വെക്കപ്പെട്ടതാണ്. കേന്ദ്ര ഗ്രന്ഥം അതാണ്. മുഖ്യമായത്, ഏറ്റവും പ്രധാനപ്പെട്ടത് ഉമ്മുൽ കിതാബ് എന്ന പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ വിശേഷിപ്പിച്ചു. ലൗഹ് എന്ന് അതിന് പറയാൻ കാരണം അതിന്റെ അഴകും പ്രകാശവും പ്രസന്നതയും ഗാംഭീര്യവും ആദരവുമൊക്കെയാണ്. ലൗഹ് എന്ന് പറയുന്ന ആ പദം തന്നെ പ്രകാശിക്ക എന്ന് പറയുന്ന അതിൽ നിന്നിട്ടാണ് ലൗഹ് എന്ന് പറയുന്ന ആ വാക്ക് വന്നത്. നല്ല കാതലുള്ള ഇരുമ്പിന്റെ കീടം പോലത്തെ നല്ല മരങ്ങളാണെങ്കിൽ അത് ശരിക്ക് പോളിഷ് ചെയ്താൽ അതിങ്ങനെ പ്രകാശിക്കുന്ന തിളങ്ങുന്നത് കാണാൻ കഴിയും നമുക്ക്, നല്ല മരങ്ങളാണെങ്കിൽ. അപ്പൊ അതിൽ നിന്ന് പോകുന്ന അറബി വാക്കാണ് ലൗഹി എന്ന് പറയുന്നത്. ബൽ ഹുവ ഖുർആനും മജീദുൻ ഫീ ലൗഹിൻ മഹ്ഫൂദ്. ഇത് മറിഞ്ഞ അതിൽ എന്തൊക്കെയാണ് എഴുതി രേഖപ്പെടുത്തി വെക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ആ കാര്യങ്ങൾ
ആ ലൗഹ എങ്ങനെയാണ്, അതിന്റെ രൂപം ഘടനയും എങ്ങനെയാണ്, ആ പേനയുടെ രൂപം ഘടനയും എങ്ങനെയാണ്, വലിപ്പം എങ്ങനെയാണ്. ചില ഹദീസുകൾ അതിനെക്കുറിച്ച് വന്നതുണ്ട്. പക്ഷേ അതൊക്കെ സ്വീകരിക്കാൻ പറ്റാത്ത ബലഹീനമായ വഴികളിൽ കൂടെ, സനദുകളിൽ കൂടെ വന്നതാണ്. തഫ്സീറിന്റെ ചില ഗ്രന്ഥങ്ങളിലൊക്കെ ആ ലൗഹുൽ മഹ്ഫൂദിനെ കുറിച്ച്, അതേപോലെ തന്നെ അതിൽ എഴുതിയ പേനയെക്കുറിച്ചൊക്കെ ചില വിശേഷണങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഹദീസിന്റെ ഭാഗത്തിൽ കൂടെ രേഖാമൂലം വിശ്വാസയോഗ്യമായ മാർഗങ്ങളിൽ കൂടെ വരാത്തത് കൊണ്ട് നമ്മളത് പറയുന്നില്ല എന്ന് മാത്രം. വഹുവ മിനൽ ഗൈബിൽ ലദി യജിബുൽ ഈമാൻ ബിഹി. പക്ഷേ നമ്മൾ വിശ്വസിക്കൽ നിർബന്ധമാണ്. നമ്മിൽ നിന്ന് അദൃശ്യമായ ലോകത്തുള്ള കാര്യങ്ങളാണ്. വലാ യുറഫു ഹഖീഖത്തു വലാ യഅരിഫു ഹഖീഖതഹു ഇല്ലല്ലാഹ്. അതിന്റെ രൂപം ഘടനയും അതിന്റെ ആകൃതിയും കാര്യങ്ങൾ എങ്ങനെയാണ്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്കല്ലാതെ അറിയുകയില്ല. ചില ആളുകൾ, ഔലിയാക്കളും മറ്റുള്ളതും ആ പറയുന്ന ലൗഹുൽ മഹ്ഫൂദിലുള്ള കാര്യങ്ങൾ അറിയും എന്ന് വലാലത്തിന്റെ, സൂഫിയത്തിന്റെ, ഖുറാഫാത്തിന്റെ, വഴികേടിന്റെ ആളുകൾ പറഞ്ഞ് പ്രചരിപ്പിക്കലുണ്ട്. അത് ശുദ്ധ അസംബന്ധമാണ്, കളവാണ്. അള്ളാഹുവിന്റെയും ഇതുപോലത്തെ ആയാത്തുകളിലുള്ള, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹിഹായ ഹദീസുകളിലുള്ള നിഷേധിക്കലായി മാറും അവരുടെ ഈ വാദങ്ങൾ. ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്. ആകാശഭൂമികളിലുള്ള മറഞ്ഞ ഈ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ മറ്റൊരാളും അറിയുകയില്ല. അത് ആരെങ്കിലും അറിയുന്നുണ്ട് എന്ന് വാദിച്ചാൽ ഈ പറയുന്ന ആയത്തുകളെ നിഷേധിക്കുന്ന ഭാഗത്തിൽ കൂടെ മനുഷ്യൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. എത്ര ആരെപ്പറ്റി അവകാശവാദം ഇവര് ഇങ്ങനെ വാദിച്ചാൽ പോലും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. പിന്നെ മറ്റൊരു കാര്യം, ഈ പറയുന്ന ലൗഹുൽ മഹ്ഫൂദും അതേപോലെ തന്നെ ഈ കലമും ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിനെയാണോ ഏറ്റവും ആദ്യം സൃഷ്ടിച്ചത്, അതല്ല ഈ പറയുന്ന കലം പേനയാണോ സൃഷ്ടിച്ചത് എന്നുള്ള കാര്യത്തിൽ പണ്ഡിതന്മാർ ഒന്ന് രണ്ട് അഭിപ്രായങ്ങൾ പറയലുണ്ട്. പക്ഷേ അതിൽ സ്വീകാര്യയോഗ്യമായ പ്രബലമായ അഭിപ്രായം അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിനെയാണ് ആദ്യം സൃഷ്ടിച്ചത്. ആ അർശ് വെള്ളത്തിന്റെ മുകളിലായിരുന്നു, അതിന്റെ ശേഷമാണ് കലമിനെ സൃഷ്ടിച്ചത് എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിനെ സൃഷ്ടിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ വെള്ളത്തിനെ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ ശേഷമാണ് പേനയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലൗഹുൽ മഹ്ഫൂദിൽ എഴുതാൻ വേണ്ടി ഉപയോഗിച്ച ആ പേനയെ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. സഹീഹായ ഹദീസുകളിൽ കൂടെ നമുക്കത് കാണാൻ കഴിയുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന സഹീഹായ ഹദീസിൽ, ഇമാം അബൂദാവൂദ് ഒക്കെ റിപ്പോർട്ട് ചെയ്ത സഹീഹായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലം പറഞ്ഞു, ഇന്ന അവ്വല മാ ഖലഖല്ലാഹു അൽ ഖലം. നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലമിനെ സൃഷ്ടിച്ച ആദ്യ സമയത്ത്, ഏറ്റവും ആദ്യം സൃഷ്ടിച്ചത് ഖലം എന്നല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലമിനെ സൃഷ്ടിച്ച ആദ്യ സമയത്ത് ഫഖാല ലഹു ഉക്തുബ്, ആ ഖലമിനോട് അല്ലാഹു പറഞ്ഞു എഴുത് എന്ന് പറഞ്ഞു. അപ്പൊ അത് പറഞ്ഞു, യാ റബ്ബി വമാദാ അക്തുബ്, എന്താണ് ഞാൻ എഴുതേണ്ടത് അല്ലാഹുവേ എന്ന് ചോദിച്ചു. ഖാല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഉക്തുബ് മഖാദിറ കുല്ലി ഷൈഇൻ ഹത്താ തഖൂമ അസ്സാഅ. ഖിയാമത്ത് നാൾ നിൽക്കുന്നത് വരെയുള്ള എല്ലാ വസ്തുക്കളെയും കണക്കുകൾ എഴുതാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ അത് ലൗഹുൽ മഹ്ഫൂദിൽ എഴുതി എന്നുള്ളത് സഹീഹായ ഹദീസാണ്. മറ്റൊരു ഹദീസിൽ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കതബല്ലാഹു മഖാദിറൽ ഖലായിഖി, സൃഷ്ടികളുടെ കയ്യും കണക്കുകളും മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുതി. അഥവാ ഈ പേനയോടെ എഴുതാൻ വേണ്ടി പറഞ്ഞു, അത് എഴുതി. ഖബല അൻ യഖ്ലുഖസ് സമാവാതി വൽ അർദ് ബി 50,000 സന, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിക്കുന്നതിന്റെ 50,000 വർഷം മുമ്പ് തന്നെ. ആകാശങ്ങളെ സൃഷ്ടിച്ചിട്ടില്ല, ഭൂമിയെ സൃഷ്ടിച്ചിട്ടില്ല. ഈ ജീവജാലങ്ങളെന്നും സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് തന്നെ ഇതിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ലൗഹുൽ മഹ്ഫൂദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുതി രേഖപ്പെടുത്തി വെച്ചു. വഅർശുഹു അലൽ മാ, ആ സമയത്ത് അല്ലാഹുവിന്റെ രാജകീയമായ സിംഹാസനം അർശ് വെള്ളത്തിന്റെ മുകളിലായി ഉണ്ടായിരുന്നു. ആ സമയത്ത് വെള്ളത്തിന്റെ മുകളിലായി ആ സമയത്ത് ഉണ്ടായിരുന്നു. ഇതൊക്കെ മറഞ്ഞ കാര്യങ്ങളാണ്, അദൃശ്യമായ കാര്യങ്ങളാണ്. പലപ്പോഴും നമ്മുടെ മനസ്സുകൊണ്ട് ചിന്തിച്ചാൽ പോലും നമുക്ക് വ്യക്തമായ ഒരു വിവരം ലഭിക്കാത്ത കാര്യങ്ങളാണ്. ഖുർആനിലോ അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലമയുടെ സുന്നത്തെ ഹദീസിലോ ഇങ്ങനത്തെ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നാം അതിൽ വിശ്വസിക്കുക, അതിൽ കൂടുതൽ ചിന്തിക്കാനോ
അതിൽ കൂടുതൽ ചർച്ച നടത്താനോ പോകാതിരിക്കുന്നതാണ് നമുക്ക് സുരക്ഷ. വന്ന ഈ കാര്യങ്ങൾ, കേട്ട ഈ കാര്യങ്ങൾ ഈ നിലക്ക് നമ്മൾ വിശ്വസിക്കുക, അത് അംഗീകരിക്കുക എന്നുള്ളത്. ഇതാണ് നമുക്ക് അഭികാമ്യമായ കാര്യം. അതിൽ ചർച്ചക്കോ നമ്മുടെ ബുദ്ധി കൊണ്ട് അതിൽ അളക്കാനോ തൂക്കാനോ കൂട്ടാനോ കുറക്കാനോ പോയാൽ നാം അപകടത്തിൽ ചാടാൻ സാധ്യത കൂടുതലാണ്. ഈ പറയുന്നതിൽ ഖുർആനിലും സുന്നത്തിലും വന്ന ഈ കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ലൗഹുൽ മഹ്ഫൂദിൽ എഴുതാൻ ഉപയോഗിച്ചതല്ലാത്ത മറ്റ് പേനകൾ മലക്കുകളുടെ കയ്യിലുണ്ട്. ഈ പേനയല്ലാത്ത മറ്റ് പേനകൾ മലക്കുകളുടെ കൈകളിലുണ്ട് എന്നുള്ളത് സഹിഹായ ഹദീസുകളിൽ കൂടെ മറ്റ് റിപ്പോർട്ടുകൾ നമുക്ക് വന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയിൽ ആകാശ ലോകത്തേക്ക് യാത്ര ചെയ്ത് മലക്കുകൾക്ക് സാധാരണ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പോലത്തെ മലക്കിന് പോലും പ്രവേശനം ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിയെന്നും അവിടെ അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ മലക്കുകൾ എഴുതുന്ന പേനയുടെ ശബ്ദങ്ങൾ ആ രാത്രി കേട്ടു എന്നും സഹിഹായ ഹദീസുകളിൽ വന്നത് കാണാൻ കഴിയും. സ്വരീഫൽ അഖ്ലാം, പേനകൾ ചലിക്കുന്ന അതിന്റെ ശബ്ദങ്ങൾ കേട്ടു. അങ്ങനത്തെ ഒരു പ്രദേശത്തേക്ക്, ഉയർന്ന ഒരു പ്രദേശത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം എത്തി എന്ന് പറയുന്ന ഹദീസുകളൊക്കെ വന്നത്, സഹിഹായ ഹദീസുകൾ വന്നത് നമുക്ക് കാണാൻ കഴിയും. ചുരുക്കത്തിൽ ലൗഹുൽ മഹ്ഫൂദിൽ നമ്മൾ വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ അതിൽ എഴുതാൻ ഉപയോഗിച്ച ആ പേനയിൽ വിശ്വസിക്കുന്നു. ലൗഹുൽ മഹ്ഫൂദിൽ ഈ പേന കൊണ്ട് എഴുതപ്പെട്ട കാര്യങ്ങളിൽ മുഴുവനും നമ്മൾ വിശ്വസിക്കുന്നു. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ നൂനിയ എന്ന് പറയുന്ന പദ്യസമാഹാരത്തിൽ, അദ്ദേഹത്തിന്റെ നൂനിയ എന്ന് പറയുന്ന പദ്യസമാഹാരത്തിൽ ഈ സംഭവം വിവരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. വന്നാസു മുഖ്തലിഫൂന ഫിൽ ഖലമില്ലദി കതബൽ ഖളാഅ ബിഹി മിനദ് ദയ്യാനി ഹൽ കാന ഖബലൽ അർശി അം ഹുവ ബഅദഹു ഖൗലാനി ഇൻദ അബിൽ അലൽ ഹമദാനി വൽ ഹഖ് അന്നൽ അർശ ഖീല വൽ ഹഖ് അന്നൽ അർശ ഖബലു ലിഅന്നഹു ഖബലൽ കിതാബത്തി കാന ദാ അർക്കാനി. ആളുകൾ, പണ്ഡിതന്മാർ ഒന്ന് രണ്ട് അഭിപ്രായങ്ങൾ പറഞ്ഞു. അർശാണ് ഏറ്റവും ആദ്യം അള്ളാഹു സൃഷ്ടിച്ചത്, അതല്ല കലമാണ് എന്ന് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്നതിൽ വ്യക്തമായ സ്വീകാര്യോഗ്യമായ പ്രബലമായ അഭിപ്രായം അർശാണ്. വൽ ഹഖ് അന്നൽ അർശ് ഖബലു, പേനയെ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അർശിനെ സൃഷ്ടിച്ചിരുന്നു. ലിഅന്നഹു ഖബലൽ കിതാബത്തി കാന ദാ അർക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നിന്നൊക്കെ ഈ പറയുന്ന അർശ് പേനയെ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് വെള്ളത്തിന്റെ മുകളിലായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് വന്നത് നമുക്ക് കാണാൻ കഴിയും. വകിതാബത്തുൽ ഖലമി ശരീഫി തഅഖബത് ഈജാദുഹു മിൻ ഗൈരി ഫസ്ലി സമാനി. പേനയെ അല്ലാഹു സൃഷ്ടിച്ചു, ആ ഉടനെ തന്നെ സൃഷ്ടിച്ച ആ സമയത്ത് തന്നെ അള്ളാഹു അതിനോട് എഴുതാൻ വേണ്ടി പറഞ്ഞു. അള്ളാഹുവിന്റെ ഈ തീരുമാനങ്ങൾ മുഴുവനും ലൗഹുൽ മഹ്ഫൂദിൽ എഴുതി രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തു എന്ന്. ഇതാണ് ഈ വിഷയത്തിൽ. അതുകൊണ്ട് തന്നെ ഫലവിജ്തമഅൽ ഖൽഖു കുല്ലുഹും അലാ ശൈഇൻ കതബഹു അല്ലാഹു തആല ഫീഹി അന്നഹു കായിനുൻ ലിയജ്അലൂഹു ഗൈറ കായിനിൻ ലം യഖ്ദിറു അലൈഹി ولو اجتمعوا كلهم على شيء لم يكتبه الله تعالى فيه ليجعلوه كائنا لم يقدروا عليه جف القلم بما هو كائن إلى يوم القيامة. عبد الله بن مسعود رضي الله عنه, عبد الله بن عباس رضي الله عنهما റിപ്പോർട്ട് ചെയ്ത സഹീഹായ ഒരു ഹദീസിന്റെ അതിൽ വന്ന ഭാഗങ്ങളാണ് ശൈഖ് റഹ്മത്തുള്ളാഹി ഇവിടെ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലൗഹുൽ മഹ്ഫൂദിനെ സൃഷ്ടിച്ചിട്ടുണ്ട്, പേനയെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ ലോകത്ത് ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന കാര്യങ്ങൾ മുഴുവനും 50,000 വർഷം മുമ്പ് അള്ളാഹു അതിൽ എഴുതി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഫലവിജ്തമഅൽ ഖൽഖു കുല്ലുഹും അലാ ശൈഇൻ കതബഹു അല്ലാഹു തആല ഫീ അന്നഹു കായിനുൻ. ലൗഹുൽ മഹ്ഫൂദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുതി രേഖപ്പെടുത്തി വെച്ചതാണ് ഒരു കാര്യം, അത് ഈ ലോകത്ത് നടക്കും, ഉണ്ടാകും എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലൗഹുൽ മഹ്ഫൂദിൽ എഴുതി രേഖപ്പെടുത്തി വെച്ചൊരു സംഭവമാണ്. ഈ ലോകത്തത് നടക്കും, അതുണ്ടാകും എന്നുള്ളത്. അങ്ങനത്തെ ഒരു കാര്യത്തിന് ഈ ലോകത്തുള്ള സൃഷ്ടികൾ മുഴുവൻ ഒരുമിച്ച് കൂടി എന്ന് വെക്കുക. എന്തിനു വേണ്ടി? ലിയജ്അലൂഹു ഗൈറ കായിനിൻ, അത് ഈ ലോകത്ത് നടക്കാതിരിക്കാൻ അല്ലാഹു തീരുമാനിച്ചതാണ്. ലൗഹുൽ മഹ്ഫൂദിൽ എഴുതി രേഖപ്പെടുത്തി വെക്കപ്പെട്ട കാര്യമാണ്.
പക്ഷെ ഈ ലോകത്തുള്ള എല്ലാ സൃഷ്ടികളും മനുഷ്യരും ജിന്നുകളും മുഴുവനും കൂടി ഒരുമിച്ച് കൂടി അത് ഈ ലോകത്ത് നടക്കരുതേ വരരുതേ എന്ന് കരുതിയിട്ട് ശ്രമം നടത്തിയാൽ പോലും ലം യഖ്ദിറു അലൈഹി, ആ കാര്യം നടത്താതിരിക്കാൻ അവർക്ക് കഴിയൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചത് ഈ ലോകത്ത് നടക്കാതിരിക്കാൻ, അത് തടഞ്ഞു നിർത്താൻ അവർക്ക് കഴിയുകയില്ല. വലൗ ഇജ്തമഉ കുല്ലുഹും അലാ ഷൈഇൻ ലം യക്തുബുഹു അല്ലാഹു തആല ഫീ, ലൗഹുൽ മഹ്ഫൂദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാവരുതേ, ഈ ലോകത്ത് നടക്കൂല എന്ന് കരുതി തീരുമാനിച്ചൊരു കാര്യമാണ്. ഈ ലോകത്ത് ആ കാര്യം ഉണ്ടാകൂല എന്നാണ് അവിടെ എഴുതി രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് നോക്കുക. അങ്ങനത്തെ ഒരു കാര്യത്തിന് ലിയജ്അലൂഹു കായിനൻ, ഉണ്ടാക്കാൻ വേണ്ടി, ലോകത്ത് കൊണ്ടുവരാൻ വേണ്ടി സൃഷ്ടികൾ മുഴുവൻ ഒരുമിച്ച് കൂടിയാലും ലം യഖ്ദിറു അലൈഹി, അവർക്കതിന് കഴിയൂല. അല്ലാഹു തീരുമാനിച്ചതേ നടക്കൂ. അവിടെ എഴുതി രേഖപ്പെടുത്തി വെക്കപ്പെട്ട കാര്യങ്ങളെ സംഭവിക്കും ചെയ്യുള്ളൂ. ഇതിൽ യാതൊരു മാറ്റവുമില്ല, ഇതിൽ യാതൊരു വെട്ടും തിരുത്തും അതല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു കൈകടത്തലുകളോ ഒന്നും തന്നെ നടക്കുകയില്ല. ജഫൽ ഖലമു ബിമാ ഹുവ കായിനുൻ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകുന്ന കാര്യങ്ങൾ ഏതാണോ അത് എഴുതി രേഖപ്പെടുത്തി, അത് എഴുതിയ മഷി ഉണങ്ങുകയും ചെയ്തു. അവിടെ ഇനി മഷി പരക്ക്, അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒരു പേന കൊണ്ട് അവിടെ വേറെ കുറച്ച് കാര്യങ്ങൾ എഴുതി കൂട്ടി ചേർക്ക്, അതല്ലെങ്കിൽ അതേതെങ്കിലും വെട്ടിത്തിരുത്തിയിട്ട് കുറക്ക്, ഈ പരിപാടികളൊന്നും തന്നെ സംഭവിക്കുകയില്ല എന്ന് നമ്മൾ ഇവിടെ വെച്ച് തന്നെ പലപ്പോഴും കേട്ട് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഇമാം തുർമദിയൊക്കെ റിപ്പോർട്ട് ചെയ്ത സഹീഹായ ഒരു ഹദീസാണ്. ആ ഹദീസിൽ വന്ന ആശയങ്ങളാണ് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ പറഞ്ഞത്. അദ്ദേഹം പറയാണ്, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരിക്കൽ കുന്തു ഖൽഫ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യൗമൻ, ഒരു ദിവസം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ യാത്ര ചെയ്യുകയായിരുന്നു. അപ്പോ ഫഖാല യാ ഗുലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുട്ടി, ചെറിയ കുട്ടിയായിരുന്നു, പ്രായപൂർത്തി അദ്ദേഹത്തിന് ആകാത്ത പ്രായത്തിലുള്ള സമയത്താണിത് പറയുന്നത്. ഇന്നി ഉഅല്ലിമുക കലിമാത്തിൻ, നിശ്ചയം ഞാൻ നിനക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം, ചില അധ്യാപനങ്ങൾ, ജീവിതത്തിൽ നിനക്ക് ഉപകാരപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട കുറച്ച് അധ്യാപനങ്ങൾ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം. യഹ്ഫളില്ലാഹ യഹ്ഫളുക, നീ അള്ളാഹുവിന്റെ നിയമങ്ങൾ, അവന്റെ കൽപ്പനകൾ അത് സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം. എന്നാൽ സദാസമയവും അള്ളാഹുവിന്റെ കാവല്, സംരക്ഷണം നിനക്കുണ്ടാകും. നമ്മുടെ കുട്ടികളുടെ കാര്യത്തില്, നമ്മുടെ കാര്യത്തില് നമുക്ക് പല ഉത്കണ്ഠയുമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പല ജാതി ഭീഷണികൾ, പല ഭാഗത്തിൽ കൂടെയുള്ള ഭീഷണികൾ, ഇത് പലതും തടുത്തു നിർത്താൻ നമ്മൾ പ്രാപ്തരല്ല, ബലഹീനരാണ് താനും. എല്ലാ കാര്യങ്ങളും നമ്മുടെ കണ്ണെത്തുകയില്ല, നമുക്കതിന് കഴിവും പ്രാപ്തിയുമില്ല. എന്തു ചെയ്യും ആളുകൾ? നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ഈ ചെറിയ പ്രായത്തിൽ ഈ കുട്ടിക്ക് കൊടുത്ത ഉപദേശങ്ങൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കുക. നമ്മളും അതുപോലെ തന്നെ ഈ മഹത്തായ ഉപദേശം അത് ശ്രദ്ധിക്കുക. അള്ളാഹുവിന്റെ അധ്യാപനങ്ങളും അള്ളാഹുവിന്റെ കൽപ്പനകളും വിധിവിലക്കുകളും അത് സംരക്ഷിക്കാൻ, അത് പാഴാക്കാതെ അള്ളാഹു ഉദ്ദേശിച്ചതുപോലെ കൽപ്പിച്ചതുപോലെ നിർവഹിക്കാൻ നമ്മൾ തയ്യാറാവുക. എന്നാൽ അതിന് പകരമായി കൊണ്ട് അള്ളാഹുവിന്റെ കാവല് സദാസമയവും നമുക്കുണ്ടാകും. നമ്മെ ഉത്കണ്ഠപ്പെടുത്തുന്ന, പേടിപ്പെടുത്തുന്ന വിപത്തുകളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന്, ശത്രുക്കളിൽ നിന്ന് അള്ളാഹുവിന്റെ കാവല് നമുക്കുണ്ടാകും. യഹ്ഫളില്ലാഹ തജിദുഹു തുജാഹക, നീ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന പക്ഷം നിന്റെ കണ്ണ് മുന്നിൽ അള്ളാഹുവിനെ നിനക്ക് എത്തിക്കാൻ കഴിയും. നീ വിളിക്കുന്ന ദുആക്ക് പെട്ടെന്ന് നിനക്ക് ഉത്തരമുണ്ടാകും. നിന്നെ പേടിപ്പെടുത്തുന്ന കാര്യങ്ങളിൽ നിന്ന് സമാധാനപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ കൂടെയുണ്ടാകും. തജിദുഹു തുജാഹക ഇദാ സഅൽത ഫസ്അലില്ലാ, നിനക്കുള്ള ഏത് ആവശ്യങ്ങളാണെങ്കിലും അത് ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് മാത്രം ചോദിക്കുക, അള്ളാഹുവിനോട് മാത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീൻ ഇതാണ്. കുട്ടികളോടും മുതിർന്നവരോടും പഠിപ്പിച്ച അധ്യാപനം ഇതാണ്. അള്ളാഹുവിനോട് ചോദിക്കാൻ, അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കാൻ വേണ്ടി പാടിപ്പുകഴ്ത്തുന്നവരും പറഞ്ഞു പ്രചരിപ്പിക്കുന്നവരും അള്ളാഹുവിന്റെ റസൂലിന്റെ മാർഗത്തിൽ നിന്ന് പുറംതിരിഞ്ഞ് സഞ്ചരിക്കുന്നവരാണ്. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതാണ് ഈ കുട്ടിയോട്, ഇദാ സഅൽത ഫസ്അലില്ല, കുട്ടിയല്ലേ, കുട്ടികളാകുമ്പോ എന്താപ്പോ ഈ പറയുന്ന വിട്ടുവീഴ്ച എന്നല്ല, ചെറിയ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം. ഇദാ സഅൽത ഫസ്അലില്ല വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നിനക്ക് ഏതെങ്കിലും കാര്യങ്ങളിൽ സഹായം ആവശ്യമുണ്ടെങ്കിൽ മറ്റുള്ള സൃഷ്ടികളിലേക്ക് പോകാതെ അള്ളാഹുവിനോട് നീ സഹായത്തെ തേടിക്കോ. വഅലം, നീ അറിയണം. ചെറിയ പ്രായത്തിൽ ആ കുട്ടിയുടെ മനസ്സിലേക്ക് കൊടുക്കുന്ന ശക്തമായ സമാധാനത്തിന്റെ, ധൈര്യത്തിന്റെ, സുരക്ഷയുടെ അധ്യാപനങ്ങൾ, വഅലം, നീ അറിയണം.
അന്നൽ ഉമ്മത ലവിജ്തമഅത് അലാ അൻ യൻഫഉക ബിശൈഇൻ ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക്. സമുദായം മുഴുവനും സൃഷ്ടികൾ മുഴുവനും എന്തെങ്കിലും ഒരു ഉപകാരം നിനക്ക് ചെയ്യണമെന്ന് കരുതി അവർ ഒരുമിച്ച് കൂടിയെന്ന് വെക്ക്. എന്നാൽ അള്ളാഹു നിനക്ക് കണക്കാക്കാത്ത ഒന്നുകൊണ്ടും അവർക്കൊരു ചുക്കും ചെയ്യാൻ കഴിയൂല, ഒരു ഉപകാരം ചെയ്യാൻ കഴിയൂല. സൃഷ്ടികൾ മുഴുവനും ഒരുമിച്ച് കൂടി നിനക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ, പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കാത്ത കണക്കാക്കാത്ത ഒന്നും ചെയ്യാൻ ഈ സൃഷ്ടികൾക്ക് കഴിയുകയില്ല. ഇനി വലവിജ്തമഉ അലാ അൻ യളുറൂക ബിശൈഇൻ, നിന്നെ ഒരു അപകടത്തിലോ ഉപദ്രവത്തിലോ പെടുത്താൻ വേണ്ടി സൃഷ്ടികൾ ഒരുമിച്ച് കൂടിയാലും ലം യളുറൂക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു അലൈക്, അള്ളാഹു നിനക്ക് കണക്കാക്കിയ ഒരു വിപത്തല്ലാതെ വരുത്താൻ ആരെക്കൊണ്ട് കഴിയൂല. അള്ളാഹ് തീരുമാനിച്ചിട്ടില്ലെങ്കിൽ ഒന്നും നടത്താൻ ഒരു സൃഷ്ടിക്കും കഴിയൂല, ഒരു ശക്തിക്കും, ഒരാൾക്കൂട്ടത്തിനും, ഒരു രാജ്യത്തിനും, ഒരു നാട്ടുകാർക്കും, ഒരു കുടുംബത്തിനും ഒരാൾക്കും കഴിയുകയില്ല എന്നുള്ള ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയത്തിൽ ഈ പറയുന്ന ആദർശം അത് ഊഴ്ന്നിറങ്ങിയാൽ, ഇത് ശരിക്കും ഇതുപോലെ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം അത് മനസ്സിൽ തട്ടിയാൽ അവൻ സുരക്ഷിതനായി സമാധാനത്തോടു കൂടെയായിരിക്കും ഇവിടെ ഈ ലോകത്ത് ജീവിക്കുക. അവനെ ഉത്കണ്ഠപ്പെടുത്താൻ, അവന്റെ മനസ്സിനെ താളം തെറ്റിക്കാൻ ഇവിടെ ഒരുത്തനും കഴിയുകയില്ല. അള്ളാഹുവിന്റെ കാവൽ അവനുണ്ടാകുകയും ചെയ്യും. അള്ളാഹുവിന്റെ അധ്യാപനങ്ങളും നിയമങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന പക്ഷം അവൻ ആവശ്യമുള്ള ഘട്ടങ്ങളിൽ അള്ളാഹുവിന്റെ സഹായങ്ങൾ അവന് ലഭിക്കുകയും ചെയ്യും. ഇത് പറഞ്ഞു കഴിഞ്ഞതിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റുഫിഅത്തിൽ അഖ്ലാമു വജഫത്തിസ് സുഹുഫ്. ഈ പറയുന്ന കാര്യങ്ങൾ ലൗഹുൽ മഹ്ഫൂദിൽ എഴുതി രേഖപ്പെടുത്തി വെക്കപ്പെട്ട കാര്യങ്ങളാണ്. അത് എഴുതിയതിന്റെ ശേഷം പേനയെ ഉയർത്തപ്പെട്ടു. ആ എഴുതിയ ഏടുകൾ മഷി ഉണങ്ങുകയും ചെയ്തു. ഇനി അവിടെ പേന ഉയർത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ ശേഷം കൂടുതൽ എന്തെങ്കിലും എഴുതാനോ എഴുതിയത് വെട്ടാനോ തിരുത്താനോ മാറ്റങ്ങൾ വരുത്താനോ ഒരു സാധ്യത അവിടെ ഇല്ല. ലാ യുബദ്ദലുൽ ഖൗലു ലദയ്യ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മാറ്റത്തിരുത്തലുമില്ല. ലൗഹുൽ മഹ്ഫൂദിൽ എഴുതി രേഖപ്പെടുത്തി വെക്കപ്പെട്ട് അതുപോലെ തന്നെ കിടക്കും. അതിലൊരു മാറ്റവും ഒരു തിരുത്തലും ഒരു കുറക്കലും കൂട്ടലും അതിലില്ല. വജഫത്തി സുഹുഫു, അവിടെ ഈ കാര്യങ്ങൾ എഴുതി രേഖപ്പെടുത്തിയ മഷി ഉണങ്ങുകയും ചെയ്തു. മഷി ഉണങ്ങിഞ്ഞത് പരക്കെ അതിൽ എന്തെങ്കിലും ഒരു മാറ്റത്തിന് യാതൊരു സാധ്യതയുമില്ല എന്ന് ആ പറയുന്ന ഹദീസിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെയും പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാവണം എന്ന് തീരുമാനിച്ച കാര്യങ്ങൾ ഇല്ലാതാക്കാൻ ഈ ലോകത്തുള്ള സൃഷ്ടികൾ മുഴുവൻ ഒരുമിച്ച് കൂടിയാലും അവർക്ക് കഴിയുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാവരുത്, നടക്കരുത് എന്ന് കരുതിയ കാര്യങ്ങൾ ഈ ലോകത്ത് അത് നടത്താനും ഈ പറയുന്ന സൃഷ്ടികൾ മുഴുവനും ഒരുമിച്ച് കൂടിയാലും സാധ്യമാവുകയില്ല എന്ന്. അതുകൊണ്ട് തന്നെ ഇദാ അലിമൽ അബ്ദ്, ഒരു മനുഷ്യൻ മനസ്സിലാക്കിയാൽ അന്ന കുല്ലം മിൻ ഇൻദില്ലാഹ്, കാര്യങ്ങൾ മുഴുവനും അത് അല്ലാഹുവാണ് തീരുമാനിക്കുന്നത്, അവൻ എഴുതി രേഖപ്പെടുത്തി വെച്ചതുപോലെയാണ് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ ഫൽ വാജിബു ഇഫ്റാദുഹു സുബ്ഹാനഹു ബിൽ ഖശിയത്തി വത്തഖ്വ, അടിമകളായ നമ്മുടെ ബാധ്യത പിന്നെന്താ നമ്മൾ ചെയ്യേണ്ടത്? അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുക, അവനെ സൂക്ഷിക്കുക എന്നുള്ളത്, അള്ളാഹുവിനെ മാത്രം പേടിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. ഇടത്തും വലത്തും മുന്നിലും പിന്നിലും കാണുന്നവരെ മുഴുവനും പേടിക്കാതെ നിൽക്കുക എന്നുള്ളതാണ്. കാര്യങ്ങൾ അള്ളാഹു തീരുമാനിച്ചു കഴിഞ്ഞതാണ്. അവന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും, ഉപകാരമാണെങ്കിലും ഉപദ്രവമാണെങ്കിലും ഒന്നും തന്നെ വരുത്തി വെക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്നുള്ളത്. അപ്പൊ അടിമകളായ നമ്മുടെ ബാധ്യത ഖശിയത്തുഹു സുബ്ഹാനഹു വത്തഖ്വ, അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുക, അള്ളാഹുവിന്റെ കൽപ്പനകളും അവന്റെ അള്ളാഹു വിരോധിച്ച കാര്യങ്ങളും അത് എന്താണോ എന്ന് നോക്കി മനസ്സിലാക്കി അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുക, വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പറയുന്നതിന്റെ മേൽ അറിയിക്കുന്ന ധാരാളം കൽപ്പനകൾ അടിമകളായ നമ്മോട് പറയുന്നു. ഫലാ തഖ്ശവുന്നാസ് വഖ്ശൗനി, നിങ്ങൾ മനുഷ്യരെ പേടിക്കരുതേ. മുഅ്മിനീങ്ങളെ, നിങ്ങൾ മനുഷ്യരെ പേടിക്കാൻ പോണ്ട, ആളുകളെ പേടിക്കാനേ പോണ്ട. വഖ്ശൗനി, നിങ്ങൾ എന്നെ ഭയപ്പെട്ടോളി. വഇയ്യായ ഫർഹബൂൻ, നിങ്ങൾ എന്നെ മാത്രം പേടിച്ച് ജീവിച്ചോളി. വഇയ്യായ ഫത്തഖൂൻ, എന്നെ മാത്രം സൂക്ഷിച്ച് നിങ്ങൾ ജീവിച്ചോളി. വമൻ യുതിഇല്ലാഹ വറസൂലഹു വയഖ്ശല്ലാഹ വയത്തഖി, അള്ളാഹുവിനും അവന്റെ റസൂലിനും അനുസരിച്ചു, അള്ളാഹുവിനും അവന്റെ റസൂലിനും അനുസരിച്ച് ജീവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യരുടെ ഭാഗത്തിൽ നിന്നുള്ള വിമർശനങ്ങളും ഭീഷണികളും വരും. അവിടെ അവരെ ഭയപ്പെടാതെ അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ടു, അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്താൽ ഫഉലൈക ഹുമുൽ ഫായിസൂൻ, അവർ മാത്രമാണ് വിജയിക്കുന്നവർ. ഒരു ഭാഗത്തിൽ കൂടെ അള്ളാഹിനെ പേടിക്കുക, മറ്റൊരു ഭാഗത്ത് കൂടെ ജനങ്ങളെയും പേടിക്കാൻ പോയാൽ അവർക്ക് വിജയം കൈവരിക്കാൻ കഴിയുകയില്ല.
അള്ളാഹുവിനെ മാത്രം ഭയപ്പെടാൻ, അവനെ മാത്രം സൂക്ഷിക്കുന്ന പക്ഷം അവർക്ക് മാത്രമാണ് വിജയം. അള്ളാഹു പറയുന്നു, ഹുവ അഹ്ലു തഖ്വ വ അഹ്ലുൽ മഗ്ഫിറ, നിങ്ങൾ ചെയ്ത പാപങ്ങൾ പുറത്തു തരാൻ അർഹനും യോഗ്യനും അവകാശി അവൻ മാത്രമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സൂക്ഷിക്കേണ്ടതും ഭയപ്പെടേണ്ടതും അനുസരിക്കേണ്ടതും അവനെ മാത്രമാണ്. വനളാഇറു ഹാദൽ മഅന ഫിൽ ഖുർആനി കസീറ, ഇങ്ങനത്തെ അധ്യാപനങ്ങൾ പരിശുദ്ധ ഖുർആനിൽ ധാരാളമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഭാഗത്തിൽ കൂടെ അവനെ മാത്രം ഭയപ്പെടാനും അനുസരിക്കാനും പറയുന്നു. സൃഷ്ടികളെ ഒരാളെയും, മനുഷ്യരെയും ജിന്നുകളെയും ഒരു പിശാചിനെയും നല്ലവനെയും പാപ്പിനെയും ഭയപ്പെടരുതേ എന്ന് പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിയാകുന്ന സമയത്ത് തന്നെ ഇതുപോലത്തെ ശക്തമായ ആദർശം മനസ്സിലേക്ക് അറിയിച്ചു കൊടുക്കുന്നു. വലാ ബുദ്ദ ലികുല്ലി അബ്ദിൻ, നമ്മൾ മനസ്സിലാക്കേണ്ടത് വലാ ബുദ്ദ ലികുല്ലി അബ്ദിൻ അൻ യത്തഖിയ അഷ്യ, ഏതൊരാളാണെങ്കിലും നമ്മുടെ മുന്നിൽ പല ഭീഷണികളും വരും, നമ്മളെ പേടിപ്പെടുത്തുന്ന പലതും ഉണ്ടാകും. ആരാണെങ്കിലും ഫഇന്നഹു ലാ യഈശു വഹദ, ഒരാൾക്ക് ഒറ്റക്ക് തനിയെ മറ്റുള്ളവരാരുമില്ലാതെ, മറ്റുള്ളവർ സംവിധാനവും സാഹചര്യങ്ങളും ആൾക്കൂട്ടങ്ങളും ഇല്ലാതെ ജീവിക്കാൻ കഴിയൂല. ഇനിയിപ്പോ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയാണെങ്കിൽ ആ മനുഷ്യനും അദ്ദേഹത്തിന്റെ ആ ഭരണം നല്ല നിലക്ക് കൊണ്ടു നടക്കാൻ ഒരുപാട് ആളുകളെ പേടിക്കേണ്ടി വരും. ഒരു രാജാവാണ്, ഒരു പ്രസിഡന്റാണ്, അതല്ലെങ്കിൽ രാജ്യത്തിന്റെ തലവനാണ്, ആ മനുഷ്യനെ സംബന്ധിച്ച് ഒരുപാട് ആളുകളെ പേടിച്ചുകൊണ്ടായിരിക്കും ജീവിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു ഘട്ടത്തിൽ ഫഹീന ഇതിൻ ഫലാ ബുദ്ദ ലികുല്ലി ഇൻസാനിൻ അൻ യത്തഖി, ചുരുക്കത്തിൽ പേടിക്കേണ്ടി വരും മനുഷ്യന്മാര്, സൂക്ഷിക്കേണ്ടി വരും പലതിനെയും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഘട്ടം വരുമ്പോ ഫഇല്ലം യത്തഖില്ലാഹ ഇത്തഖൽ മഖ്ലൂഖ്, ഒരാൾ അള്ളാഹിനെ പേടിക്കാൻ തയ്യാറല്ല നോട്ടി, അള്ളാഹുവിനെ സൂക്ഷിക്കാൻ തയ്യാറല്ലെങ്കിൽ സൃഷ്ടികളെ പേടിക്കേണ്ടി വരും, സൃഷ്ടികളെ സൂക്ഷിക്കേണ്ടി വരും. അവരെന്താണ് വരുത്തി വെക്കുക, അവരുടെ ഭാഗത്തു നിന്നുള്ള ഭീഷണി എന്താണ്, അതൊരാൾ നോക്കേണ്ടി വരും. അപ്പൊ ഇങ്ങനെ ഏതെങ്കിലും ഒന്നിനെ പേടിക്കേണ്ടി വരുന്ന സമയത്ത് ഒരാൾ സൃഷ്ടികളെ പേടിക്കാൻ വേണ്ടി പോയാൽ അവരിൽ നിന്ന് അവന് ഉപകാരങ്ങളും സുരക്ഷ ലഭിക്കുന്നതിലേറെ ഉപദ്രവങ്ങളും ഭീഷണികളും അപകടങ്ങളും വരാനാ സാധ്യത മനുഷ്യരിൽ നിന്നാണെങ്കിൽ. അതേപോലെ തന്നെ വൽ ഖൽഖു ലാ യത്തഫിഖു ഹുബ്ബുഹും കുല്ലുഹും വബുഗ്ളുഹും, മനുഷ്യന്മാരുടെ സൃഷ്ടികളുടെ അവസ്ഥ എന്താ? എന്ത് തന്നെ നമ്മൾ ചെയ്താലും, ഏത് നിലപാടൊരാൾ എടുത്താലും എല്ലാ മനുഷ്യരും നമ്മെ ഇഷ്ടപ്പെടൂല, എല്ലാരും കൂടി ഒറ്റടിക്ക് നമ്മെ വെറുക്കൂല. ഒരാൾ എങ്ങനെ ജീവിച്ചാൽ, ഏത് കാര്യങ്ങൾ ചെയ്താലും എല്ലാ സൃഷ്ടികളെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് അവന് മുന്നോട്ട് പോകാൻ കഴിയൂല എന്ന് കരുതി എല്ലാവരും ആ വ്യക്തിയെ വെറുക്കൂല. ഇതാണ് യാഥാർത്ഥ്യമാണ്, ഇതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോ ബലില്ലദീ യുരീദുഹു ഹാദാ യുബ്ഗിലുഹു ഹാദാ, കുറച്ച് ആളുകൾ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മെ ഇഷ്ടപ്പെട്ടാൽ മറ്റു കുറച്ച് ആളുകൾ നമ്മെ വെറുക്കും. അത് മനുഷ്യരുടെ സ്ഥിതി അതാണ്. ഫലാ യുംകിനു ഇർളാഉഹും കുല്ലിഹിം, സൃഷ്ടികളെ മുഴുവനും തൃപ്തിപ്പെടുത്താൻ ഒരാളെ കൊണ്ടും കഴിയൂല. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി ഒരിക്കൽ പറഞ്ഞു, റിളൻ നാസി ഗായത്തുൻ ലാ തുദ്റക്, എല്ലാരും തൃപ്തിപ്പെടുത്തുക എന്ന് പറയുന്നത് നടക്കാത്ത, നമുക്ക് അത് സംഭവിക്കാത്ത, നേടിയെടുക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് എല്ലാരും തൃപ്തിപ്പെടുത്തുക എന്ന് പറയുന്നത്, എന്ത് തന്നെ ചെയ്താൽ. അപ്പൊ ഒരു മനുഷ്യൻ ഈ ലോകത്ത് എന്താ ചെയ്യേണ്ടത്? ഫഅലൈക ബിൽ അംരില്ലദീ യുസ്ലിഹുക ഫൽസംഹു, നിനക്ക് ഈ ലോകത്തും പരലോകത്തും നിനക്ക് അഭിവൃദ്ധിപ്പെടുത്താൻ പറ്റുന്ന, നിനക്ക് സുരക്ഷയുള്ള, നിന്നെ വിജയിപ്പിക്കുന്ന കാര്യങ്ങൾ ഏതാണോ എന്ന് നോക്കി അത് മുറുകെ പിടിക്കുക എന്നുള്ളത്. സൃഷ്ടികളെ തൃപ്തിപ്പെടുത്താൻ പോയാൽ എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ ഒരാൾക്ക് കഴിയൂല, കുറച്ചാളുകൾ ദേഷ്യപ്പെടും എന്ത് തന്നെ ചെയ്താലും. അപ്പൊ ഇങ്ങനത്തെ ഒരു ഘട്ടത്തിൽ ഒരു മനുഷ്യൻ ആരെങ്കിലും സൃഷ്ടികളെ പേടിക്കണം, അതല്ലെങ്കിൽ അള്ളാഹുവിനെ പേടിക്കണം. ഇങ്ങനത്തെ വിഷയം വരുമ്പോ ഒരു മനുഷ്യന് അവന് ഈ ലോകത്തും പരലോകത്തും അവന് വിജയം കൈവരിക്കാൻ, അവനെ നന്നാക്കാൻ, അവന് വിജയിയായി മുന്നേറാൻ പറ്റുന്നത് ഏതാണോ എന്ന് നോക്കുക. അങ്ങനെ ഒരാൾ പരിശോധിക്കുന്ന സമയത്ത് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് അവന്റെ മുന്നിലുള്ള ഏകമാർഗം. അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുക എന്നുള്ളത്. അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ഒരാൾ ജീവിക്കുമ്പോൾ, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുമ്പോൾ കുറച്ചാളുകൾ അവനെ വെറുക്കും, കുറച്ചാളുകൾ അവനെ ഒഴിവാക്കും, അവനോട് ദേഷ്യപ്പെടും എന്ന് കരുതി എല്ലാ ആളുകളും അവനെ വെറുക്കും, അവനോട് ദേഷ്യപ്പെടില്ല. കുറെ ആളുകൾ അവനെ ഇഷ്ടപ്പെടും ചെയ്യും, കുറച്ചാളുകൾ അവനെ ഇഷ്ടപ്പെടും ചെയ്യും. അതാണ് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. ഈ പറയുന്ന നിലക്കുള്ള ലൗഹുൽ മഹ്ഫൂദിനെ കുറിച്ചും അതിലെഴുതിയ പേനയെക്കുറിച്ചും അതിലെഴുതിയ രേഖകളെക്കുറിച്ചും നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ആദർശ ഭദ്രത ഇതാണ്. കാര്യങ്ങൾ മുഴുവനും അള്ളാഹു എഴുതി രേഖപ്പെടുത്തി കഴിഞ്ഞു. ഈ പറഞ്ഞ അള്ളാഹുവിന്റെ തീരുമാനത്തിൽ ഒരു മാറ്റത്തിരുത്തൽ വരുത്താൻ ലോകത്തുള്ള സൃഷ്ടികൾ മുഴുവൻ ഒരുമിച്ച് കൂടിയാലും കഴിയൂല, സാധിക്കൂല. അപ്പൊ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ ഒരാൾ പോയാൽ കുറച്ചാളുകൾ ഇഷ്ടപ്പെടും, കുറച്ചാളുകൾ വെറുക്കും.
അപ്പൊ പിന്നെ ഈ ജനങ്ങളെ തൃപ്തിക്ക് കാത്തു നിൽക്കാതെ, അവരെ ഭയപ്പെടാതെ, അവരെ സുഖിപ്പിക്കാതെ ഒരാൾ ഈ ലോകത്ത് അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് മുന്നേറുക എന്നുള്ളത് അവന് ഈ ലോകത്തും പരലോകത്തും വിജയിക്കാനുള്ള ഏക മാർഗം അതാണ്. സൃഷ്ടികളെ മുഴുവനും തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് അള്ളാഹുവിന് അങ്ങനെ തീരുമാനമില്ല, അവന്റെ കൽപ്പനയില്ല. അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് അത് നമുക്ക് കഴിയുന്ന കാര്യമാണ്. അള്ളാഹുവിന്റെ തീരുമാനത്തിലും അത് തന്നെയാണ്, അള്ളാഹ് കൽപ്പിച്ചതും അതന്നെ. അള്ളാഹുവിനെ ഭയപ്പെടുക, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളത്. അതേപോലെ സൃഷ്ടികളെ ഒരാൾ തൃപ്തിപ്പെടുത്താൻ പോയാൽ ഫൽ മഖ്ലൂഖു ലാ യുഗ്നി അൻഹു മിനല്ലാഹി ഷൈഅ. അള്ളാഹ് തീരുമാനിച്ച കാര്യത്തിൽ മാറ്റം വരുത്താനും ആരെ തൃപ്തിപ്പെടുത്താൻ പോയാലും ആർക്കൊപ്പിച്ച് ജീവിക്കാൻ പോയാലും സൃഷ്ടികൾക്ക് അള്ളാഹ് തീരുമാനിച്ചതിൽ മാറ്റം വരുത്താൻ കഴിയൂല. അതുകൊണ്ട് ഫഇദത്തഖൽ അബ്ദു റബ്ബഹു, ഒരു അടിമ അവന്റെ റബ്ബിനെ സൂക്ഷിച്ചു. ഇതുപോലത്തെ ആദർശങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമക്ക് റസൂൽ കൊടുത്തതുപോലെ ഉപദേശങ്ങൾ കേട്ട് ഒരാൾ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ തയ്യാറായാൽ കഫാഹു മുഅനത്തന്നാസ്, ആളുകളെ ചെലവ്, ആളുകളെ കൊണ്ടുള്ള ശല്യം, അവരെ ആശ്രയിക്കേണ്ട ഗതികേട് അള്ളാഹ് മനുഷ്യനെ ഒഴിവാക്കി കൊടുക്കും. അവൻ അള്ളാഹുവിനെ സൂക്ഷിക്കാനും അവനെ ഭയപ്പെടാനും അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കാനും തയ്യാറാകും. അതിന് വിരുദ്ധമായി സൃഷ്ടികൾ വെറുത്തോ ഇഷ്ടപ്പെട്ടോ അത് നോക്കാതെ ജീവിക്കുക. കുറച്ചാളുകൾ ഇഷ്ടപ്പെടും, കുറച്ചാളുകൾ വെറുക്കും. എന്ത് തന്നെ ചെയ്താലും അള്ളാഹുവിനെ ഒരാൾ തൃപ്തിപ്പെടുത്തി ജീവിക്കുന്ന, അവനനുസരിച്ച് ജീവിക്കുമ്പോൾ ജനങ്ങൾ ആശ്രയിക്കേണ്ട ഗതികേട് ആ വ്യക്തിക്ക് ഉണ്ടാകൂല. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയോട് മുആവിയ റളിയല്ലാഹു അൻഹു അധികാരം ഏറ്റെടുത്ത സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഉമ്മ എനിക്ക് നിങ്ങളൊരു നസീഹത്ത്, ഒരു ഉപദേശം തരി. അധികാരമൊക്കെ ഏറ്റെടുത്ത സമയത്ത്, ഭരണം ഏറ്റെടുത്ത സമയത്ത് അദ്ദേഹം പറഞ്ഞു, എനിക്ക് നിങ്ങളൊരു ഉപദേശം തരി. ചുരുങ്ങിയ വാക്കുകളിൽ കൂടെയായിരിക്കണം. ആ ഉപദേശത്തിന് പിന്നെ മറ്റൊരാൾ ആശ്രയിക്കേണ്ട ഒരു ഗതികേട് എനിക്ക് ഉണ്ടാവും ചെയ്യരുതേ. അർത്ഥവത്തായ, എനിക്ക് എന്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഉപകാരപ്രദമായ വളരെ കുറഞ്ഞ വാക്കുകളിൽ കൂടെയുള്ള ഒരു ഉപദേശം തരിയെന്ന്. അപ്പൊ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ മുആവിയ റളിയല്ലാഹു അൻഹുവിന് ഒരു എഴുത്ത് കൊടുത്തയച്ചു. ആ എഴുത്തിലുണ്ടായിരുന്നത് ഇതായിരുന്നു: മൻ അർളല്ലാഹ ബിസഖത്തിന്നാസ് റളിയല്ലാഹു അൻഹു വ അർള അൻഹുന്നാസ് വമൻ അർളന്നാസ ബിസഖത്തില്ലാ ആദാ ഹാമിദുഹു മിനന്നാസി ലഹു ദാമ്മൻ. ഈ കുറഞ്ഞ വാക്കുകളിൽ അതിൽ ഉമ്മ പറഞ്ഞത്, ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, മൻ അർളല്ലാഹ, ഒരാൾ അള്ളാഹിനെ തൃപ്തിപ്പെടുത്തി ജീവിച്ചു. ഭരണം നടത്തുന്നതിന് ഭരണാധികാരിക്കൊക്കെ വളരെ അത്യാവശ്യം, സാധാരണക്കാർക്ക് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിച്ചു. അങ്ങനെ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ഒരാൾ ജീവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ബിസഖത്തിന്നാസ്, കുറച്ച് ആളുകൾക്ക് വെറുപ്പ് ഉണ്ടാകും, പിടിപെടും. കുറച്ച് ആളുകൾ സ്വാഭാവികമായിട്ടും ഇവനോട് ദേഷ്യം വെറുപ്പും അവർ വെച്ചു പുലർത്തും അള്ളാഹിനെ തൃപ്തിപ്പെടുത്തി ഒരാൾ ജീവിക്കുമ്പോൾ, ഏത് മേഖലയിലാണെങ്കിൽ. പക്ഷേ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുകയാണെങ്കിൽ റളിയല്ലാഹു അൻഹു, അള്ളാഹ് ഈ മനുഷ്യനെ തൃപ്തിപ്പെടും. വഅർള അൻഹുന്നാസ്, മനുഷ്യരുടെ മനസ്സ് കൈകാര്യം ചെയ്യുന്നത് അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ ഈ മനുഷ്യരുടെ മനസ്സിൽ ഈ മനുഷ്യനെ കുറിച്ചുള്ള തൃപ്തി അള്ളാഹ് ഇട്ട് കൊടുക്കും ചെയ്യും. ആദ്യം വെറുപ്പും ദേഷ്യമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇവരുടെ മനസ്സിൽ അള്ളാഹു ഈ മനുഷ്യനെ സംബന്ധിച്ച് തൃപ്തി ഇട്ട് കൊടുക്കും. നേരെ മറിച്ച് വമൻ അർളന്നാസ ബിസഖത്തില്ലാ, അള്ളാഹുവിനെ ഒരാൾ വെറുപ്പിച്ചു ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ പോയാൽ ആളുകൾ എന്തേ പറയാ, ആളുകളെ കൂട്ടത്തിലൊക്കെ എങ്ങനെ കൂടുക, നമ്മുടെ നാട്ടിൽ എങ്ങനെ ഇത് നടക്കുക എന്ന് പറഞ്ഞ് ജനങ്ങളെ തൃപ്തിപ്പെടുത്തി അവർക്ക് ഇഷ്ടപ്പെട്ട അവരെ തൃപ്തിപ്പെടുത്തുന്ന നിലക്ക് കാര്യങ്ങൾ ചെയ്തു. പക്ഷെ അള്ളാഹുവിനെ വെറുപ്പിച്ചാലോ അവനെ പുകഴ്ത്തി പറയുന്ന, ആദ്യം അവന്റെ കൂടെ നിന്നിരുന്ന ആളുകൾ അവനെ കുറ്റപ്പെടുത്തുന്നവരും അവനെ വിമർശിക്കുന്നവരും അവന്റെ ശത്രുപക്ഷത്തുമാക്കി തീർക്കും അള്ളാഹു. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ വെറുപ്പിച്ചതിന്റെ പകരമായി കൊണ്ട് അവനെ ഇഷ്ടപ്പെട്ട തൃപ്തിപ്പെട്ട ആളുകൾ ഇവന്റെ ശത്രുപക്ഷത്തേക്ക് അവനെ കുറ്റപ്പെടുത്തുന്നവരാക്കി തീർക്കും എന്നുള്ള ഉപദേശം കൊടുത്തു മുആവിയ റളിയല്ലാഹു അൻഹുവിന് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ. ഇത് തന്നെയാണ് നമ്മളും നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ടത്. എന്തുകൊണ്ട് ഇത് പാലിക്കാം? ഇതിനൊരാളെ മനസ്സിനെ പ്രാപ്തമാക്കുന്നത് ഈ പറയുന്ന വിശ്വാസവും ആദർശങ്ങളാണ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലോകത്തുള്ള സൃഷ്ടികൾ മുഴുവനും നിനക്കൊരു ഉപകാരം ചെയ്യാൻ വേണ്ടി വിചാരിച്ചാലും അള്ളാഹ് കണക്കാക്കിയതല്ലാതെ ഒന്നും തന്നെ ചെയ്യാൻ അവർക്ക് സാധ്യമല്ല. ലോകത്തിലുള്ള സൃഷ്ടികൾ മുഴുവനും നിനക്കൊരു ഉപദ്രവം വരുത്തി വെക്കാൻ വിചാരിച്ചാലും
അള്ളാഹു തീരുമാനിച്ചൊരു ഉപദ്രവമല്ലാതെ എനിക്ക് വരുത്താൻ അവർക്ക് സാധ്യമല്ല എന്നുള്ളത്. ഷെയ്ഖ് അബൂ ജാഫർ റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ പറഞ്ഞതുപോലെ അള്ളാഹു ലൗഹുൽ മഹ്ഫൂദിൽ ഉണ്ടാവണമെന്ന് കരുതി തീരുമാനിച്ച് എഴുതി രേഖപ്പെടുത്തിയ ഒരു കാര്യം ഇല്ലാതാക്കാൻ സൃഷ്ടികൾ മുഴുവനും ഒരുമിച്ച് കൂടിയാലും അവരെ കൊണ്ട് സാധ്യമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാവരുതേ എന്ന് കരുതിയ ഒരു കാര്യം ഈ ലോകത്തുണ്ടാക്കാൻ കൊണ്ടുവരാൻ വേണ്ടി സൃഷ്ടികൾ മുഴുവനും ഏകോപിച്ച് അവരൊരുമിച്ച് കൂടി ശ്രമിച്ചാലും കഷ്ടപ്പെട്ടാലും അത് കൊണ്ടുവരാനും അവരെ കൊണ്ട് സാധ്യമല്ല എന്നുള്ളത്. അതുകൊണ്ട് ഫമൻ അർളല്ലാഹ, അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ഒരാൾ ജീവിച്ചാൽ, അള്ളാഹിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കാൻ ഈ ആദർശം അവന് ഉപകാരപ്പെടും. അങ്ങനെ ഒരാൾ ജീവിച്ചാൽ കഫാഹു മുഅനതന്നാസി വറളിയൻ, അള്ളാഹു വ്യക്തിയെ തൃപ്തിപ്പെടും. ആളുകളെ ആശ്രയിക്കേണ്ടുന്ന ഗതികേട് ഈ വ്യക്തിക്ക് ഉണ്ടാകൂല. ثم فيما بعد يرضون, അതിന്റെ ശേഷം അള്ളാഹു തൃപ്തിപ്പെട്ടതിന്റെ ശേഷം ഈ ജനങ്ങളും അവനോട് വെറുപ്പുള്ള ആളുകളും അവനെ തൃപ്തിപ്പെടും. ഇതിൽ ആഖിബത്തു ലിത്തഖ്വ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾക്കായിരിക്കും അന്തിമ വിജയം. വയുഹിബ്ബുഹുല്ലാഹു ഫയുഹിബ്ബുഹുന്നാസ്, അള്ളാഹ് മനുഷ്യനെ ഇഷ്ടപ്പെടും, അപ്പോ സ്വാഭാവികമായിട്ടും മറ്റുള്ള ആളുകളും ഇഷ്ടപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ ഇമാം ബുഖാരി, ഇമാം മുസ്ലിം റഹിമഹുമുല്ലാ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഇദാ അഹബ്ബല്ലാഹുൽ അബ്ദ, ഒരു അടിമയെ, ഒരു വ്യക്തിയെ അള്ളാഹു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, നാദാ യാ ജിബ്രീൽ, മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാഹു വിളിച്ചു പറയും, ഇന്നി ഉഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബ, ഇന്നാലിന്ന വ്യക്തിയെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. അവന്റെ ത്വാഅത്തും അവന്റെ തഖ്വയും അവന്റെ ഈമാനും അവന്റെ തൗഹീദും അവന്റെ ഇഖ്ലാസും കാരണം അള്ളാഹ് ഇഷ്ടപ്പെട്ടാൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് വിളിച്ചു പറയും, ഇന്ന ആളെ ഞാൻ ഇഷ്ടപ്പെടുന്നു, നിങ്ങൾ അദ്ദേഹത്തിനെ സ്നേഹിക്കണം. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഈ മനുഷ്യനെ സ്നേഹിക്കും. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആകാശത്തിൽ വിളംബരം ചെയ്യും സകല മലക്കുകളോടും. അങ്ങനെ ആകാശ ലോകത്ത് ഈ മനുഷ്യനെ എല്ലാ മലക്കുകളും ഇഷ്ടപ്പെടും. തുമ്മ യൂളഉ ലഹുൽ ഖബൂലു ഫിൽ അർദ്, ഭൂമിയിലെ മുഅ്മിനീങ്ങളായ ആളുകളുടെ ഇടയിൽ ഈ വ്യക്തിക്കൊരു സ്വീകാര്യത, അവനെ കുറിച്ചൊരു ഇഷ്ടം, മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അവനോടൊരു പ്രിയം ഇതിട്ട് കൊടുക്കും. അപ്പൊ നമ്മൾ നന്മ ചെയ്യുന്നതിനനുസരിച്ച് ഒരാൾ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുന്നതിനനുസരിച്ച് ഈ ലോകത്തും പരലോകത്തും അവന് രക്ഷയും വിജയവും മാത്രമാണ്. രക്ഷയും വിജയം മാത്രം. നേരെ മറിച്ച് ഒരു വ്യക്തി അള്ളാഹു വെറുത്തു എന്നുണ്ടെങ്കിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോടും മറ്റുള്ള മലക്കളിലും ഈ കാര്യം വിളംബരം ചെയ്ത് ആകാശലോകത്ത് ആ മനുഷ്യനെ കുറിച്ചുള്ള ഒരു വെറുപ്പ്, ആ വെറുപ്പിന്റെ പകരം ആ വെറുപ്പ് കാരണം ഭൂമിയിലെ മുഅ്മിനീങ്ങളായ ആളുകളുടെ ഇടയിലും ആ വ്യക്തിയോടൊരു വെറുപ്പ് അനുഭവപ്പെടും. ഒരു വെറുപ്പ്, ഒരു ദേഷ്യം, ആളുകൾക്കൊരകൽച്ച അത് അനുഭവപ്പെടുകയും ചെയ്യും. ഇതൊക്കെ സഹീഹായ ഹദീസുകളിൽ വന്നതാണ്. സഹീഹായ ഹദീസുകളിൽ വന്നതാണ്. അങ്ങനെ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ട് അള്ളാഹുവിനെ സൂക്ഷിച്ച് ഒരാൾ ജീവിക്കുമ്പോ വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജൻ വയർസുഖുഹു മിൻ ഹൈതു ലാ യഹ്തസിബ്, അള്ളാഹു സുബ്ഹാനഹു വ തആലനെ സൂക്ഷിച്ച് ജീവിക്കുന്ന പക്ഷം അവൻ അകപ്പെട്ട് കിടക്കുന്ന ഏത് വിപത്താണെങ്കിലും, അവന് പ്രയാസകരമായി അനുഭവപ്പെടുന്ന ഏത് സാഹചര്യമാണെങ്കിലും അതിൽ നിന്ന് പുറത്തു കടക്കാനുള്ളൊരു വഴി, പോം വഴി അള്ളാഹു അവനുണ്ടാക്കി കൊടുക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനുണ്ടാക്കി കൊടുക്കും. വയർസുഖുഹു മിൻ ഹൈതു ലാ യഹ്തസിബ്, വിചാരിക്കാത്ത ഭാഗത്തിൽ കൂടെ അവനുള്ള വിഭവങ്ങൾ, വെറും ഒരു ഭക്ഷണപാനീയങ്ങൾ മാത്രമല്ല, അവൻ ആവശ്യമുള്ള ഏത് വിഭവങ്ങളാണെങ്കിലും അള്ളാഹു അത് നൽകുകയും ചെയ്യും, വിചാരിക്കാത്ത ഭാഗത്തിൽ കൂടെ. അടിമ എന്നുള്ള നിലക്ക് അവന്റെ അടുത്ത് വേണ്ടത് അള്ളാഹുവിനെ ഭയപ്പെടുക, അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നുള്ളത്, അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മുത്തഖീങ്ങളായ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾക്ക് അവർ അകപ്പെട്ട വിപത്തിൽ നിന്ന് പുറത്തു കടക്കാനുള്ള, രക്ഷപ്പെടാനുള്ള പോം വഴി അള്ളാഹു ഉണ്ടാക്കി കൊടുക്കും. മനുഷ്യരെ സൃഷ്ടികളെ ആശ്രയിക്കാതെ തന്നെ, അവരോട് സഹായത്തെ തേടാതെ തന്നെ അള്ളാഹു അത് ഏറ്റെടുത്ത കാര്യമാണ്. അവർ വിചാരിക്കാത്ത ഭാഗത്തിൽ കൂടെ വിഭവങ്ങൾ നൽകുകയും ചെയ്യും. ഇനി ഒരാൾക്ക് അവൻ ത്വാഅത്തും സൽക്കർമ്മങ്ങളും ചെയ്യുന്നുണ്ട്, പക്ഷേ കാര്യങ്ങൾ നടക്കുന്നില്ലെങ്കിൽ അവൻ മനസ്സിലാക്കേണ്ടത് അള്ളാഹു പറഞ്ഞ് പറ്റിച്ചു, വഞ്ചിച്ചു എന്നുള്ളതല്ല, എന്റെ അടുത്ത് എന്തോ വീഴ്ചകളുണ്ട് എന്നുള്ളത്. എന്റെ അടുത്ത് ഞാൻ വിചാരിക്കുന്ന എന്റെ ഈമാൻ ക്ലിയറാണ്, തൗഹീദ് ക്ലിയറാണ്, സൽക്കർമ്മങ്ങൾ ഞാൻ കൃത്യമായി ചെയ്യുന്നുണ്ട് എന്ന് തോന്നുന്നു, പക്ഷെ കാര്യങ്ങളിൽ പ്രയാസങ്ങളാണ്, വ്യക്തമായിട്ടത് കാര്യങ്ങൾ നടക്കുന്നില്ല, എളുപ്പമില്ലെങ്കിൽ നാം നമ്മെ തെറ്റിദ്ധരിക്കുക. അള്ളാഹു നമ്മെ പറഞ്ഞു പറ്റിച്ചതോ വഞ്ചിച്ചതോ അല്ല, നമ്മൾക്ക് എന്തോ പോരായ്മകളുണ്ട്, കുറവുകളുണ്ട്. അങ്ങനത്തെ ആള് ഫല്യസ്തഗ്ഫിരില്ലാഹ വല്യതുബ് ഇലൈഹി, അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക, അവൻ തൗബ ചെയ്യുക. നാം അറിയാത്ത, നമ്മുടെ ഓർമ്മയിലില്ലാത്ത, ശ്രദ്ധയിലില്ലാത്ത
വീഴ്ചകൾ നമ്മുടെ അടുത്തുണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ വീണ്ടും അള്ളാഹുവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് തൗബയും ഇസ്തിഗ്ഫാറുമായി പോകുമ്പോൾ വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു, ഇതേ സൂറത്തിൽ മുകളിൽ പറഞ്ഞ ആയത്തിന്റെ ശേഷം തുടർച്ചയായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ മറ്റൊരായത്ത് വമൻ യതവക്കൽ അലല്ലാഹ്, കാര്യങ്ങൾ അള്ളാഹുവിനെ ഏൽപ്പിച്ചു ഒരാൾ ജീവിക്കുന്ന പക്ഷം ഫഹുവ ഹസ്ബു, അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല മതി. മറ്റുള്ള സൃഷ്ടികളെ ആശ്രയിക്കേണ്ട ഗതികേടോ അതല്ലെങ്കിൽ സൃഷ്ടികളിലേക്ക് അവന്റെ മനസ്സിന്റെ ചാഴ്ചയോ അവനുള്ള ആശ്രയമോ അതില്ലാത്തൊരവസ്ഥ, മാനസികമായൊരവസ്ഥ അള്ളാഹു അവന് നൽകും. അള്ളാഹുവിനെ തവക്കുലാക്കി അവനെ പ്രതീക്ഷിച്ച് അള്ളാഹുവിനെ സൂക്ഷിച്ചു പോകുന്ന ആൾക്ക് ഫഹുവ ഹസ്ബു, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് മതി. വമൻ യതവക്കൽ വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റൻ, അവന്റെ കാര്യങ്ങളിൽ അള്ളാഹു അവന് എളുപ്പമുണ്ടാക്കി കൊടുക്കും. തഖ്വയുണ്ടെങ്കിൽ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുമ്പോൾ കാര്യങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് എളുപ്പമുണ്ടാക്കി കൊടുക്കും. ഈ പറയുന്ന അധ്യാപനങ്ങൾ ഇത് നമ്മൾ മനസ്സിലാക്കി ഈ പറയുന്ന വിശ്വാസം ഒരാൾ നേടി മുന്നോട്ട് പോകുമ്പോൾ അവന് ഈ ലോകത്തും പരലോകത്തും വിജയം നേടാൻ കഴിയും. വമാ അഖ്തഅൽ അബ്ദ ലം യകുൽ ലിയുസീബ വമാ അസാബഹു ലം യകുൽ ലിയുഖ്തിഅ, ഇതും തന്നെ മുകളിൽ പറഞ്ഞ ആ ഹദീസിൽപ്പെട്ട ചില ഭാഗങ്ങളാണ്. വമാ അഖ്തഅൽ അബ്ദ്, ഒരു അടിമക്ക് ഒരു വ്യക്തിക്ക് അവന് പിടിപെടാതെ അനുഗ്രഹങ്ങളാണെങ്കിലും ദുരിതങ്ങളാണെങ്കിലും ഒരാൾക്ക് ലഭിക്കാതെ അവന്റെ അടുത്തേക്ക് വരാതെ ഒഴിഞ്ഞു പോയ ഒരു കാര്യമാണെങ്കിൽ ലം യകുൽ ലിയുസീബ, ആര് തന്നെ എന്ത് ചെയ്താലും അത് അവന് പിടിപെടാനും പോകുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കണക്കാക്കാത്ത നിഅമത്തുകളോ അനുഗ്രഹങ്ങളാണെങ്കിലും അല്ലാഹു നമുക്ക് കണക്കാക്കാത്ത വിപത്തുകളാണെങ്കിലും അത് പിന്നെ ആര് ശ്രമിച്ചാലും നമ്മുടെ അടുത്തേക്ക് വരാനും പോകുന്നില്ല. അനുഗ്രഹങ്ങളാണെങ്കിൽ ലഭിക്കാൻ പോകുന്നില്ല, ദുരിതങ്ങളാണെങ്കിൽ അത് നമുക്ക് വന്ന് ഭവിക്കാനും പോകുന്നില്ല. നേരെ മറിച്ച് വമാ അസാബഹു ലം യകുൽ ലിയുഖ്തിഅ, ഏതെങ്കിലും ഒരു കാര്യം അനുഗ്രഹമാണെങ്കിലും വിപത്തുകളാണെങ്കിലും നമുക്ക് പിടിപെട്ടതാണെങ്കിൽ നമ്മുടെ അടുത്തേക്ക് വരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചതാണെങ്കിലോ അത് നമ്മിൽ നിന്ന് തട്ടിമാറി ഒഴിഞ്ഞ് അത് പോവുകയും ചെയ്യുകയില്ല. നമ്മിൽ നിന്ന് അത് തട്ടിമാറി ഒഴിഞ്ഞ് പോവുകയും ചെയ്യുകയില്ല. ഇതും തന്നെ ഈ ഖദറിലുള്ള വിശ്വാസത്തിന്റെ ഭാഗത്തിൽപ്പെട്ടതാണ്. ചുരുക്കത്തിൽ അള്ളാഹു തീരുമാനിച്ചതേ നടക്കൂ, അള്ളാഹു എഴുതി രേഖപ്പെടുത്തിയ കാര്യങ്ങളെ ഇവിടെ സംഭവിക്കൂ. അത് അനുഗ്രഹങ്ങളാണെങ്കിലും വിപത്തുകളാണെങ്കിലും നമുക്ക് അള്ളാഹു കണക്കാക്കിയതാണെങ്കിൽ അത് തട്ടിമാറി ഒഴിഞ്ഞു പോകൂല. നമ്മിൽ നിന്ന് നമുക്ക് അള്ളാഹു തീരുമാനിച്ചതാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വരാതിരിക്കുകയില്ല. അള്ളാഹു തീരുമാനിക്കാത്തത് നമ്മിലേക്കൊണ്ട് വരികയില്ല, നിയമത്താണെങ്കിലും ദുരിതങ്ങളാണെങ്കിലും. ഹാദാ മഅനൽ ഈമാനി ബിൽ ഖളാഇ വൽ ഖദർ, അള്ളാഹുവിന്റെ ഖളാ ഖദറിലുള്ള ആ വിശ്വാസത്തിന്റെ ആശയത്തിൽപ്പെട്ടതാണിത്. മുമ്പ് പറഞ്ഞ ഹദീസിന്റെ ഒരു പൂർത്തീകരണവുമാണ് ഈ പറഞ്ഞ ഭാഗങ്ങൾ. അന്നഅലം, നാം വിശ്വസിക്കണം, നാം അറിയണം. അന്നഹു ലൻ യുസീബക ഇല്ലാ മാ കതബഹു അല്ലാഹു അലൈക, അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയതല്ലാതെ നമുക്ക് പിടിപെടുകയില്ല. വമാ അസാബക ലം യകുൻ ലിയുഖ്തിഅക, നമുക്ക് പിടിപെട്ടത് തെറ്റിമാറി ഒഴിഞ്ഞ് പേച്ചു പോകൂല. വമാ അഖ്തഅക ലം യകുൻ ലിയുസീബക, നമുക്ക് പിടിപെടാതെ നമ്മിലേക്ക് വരാതെ ഒഴിഞ്ഞു മാറി പോയത് മറ്റ് ആര് തന്നെ ശ്രമിച്ചാലും നമ്മിലേക്ക് വരാനും പോകുന്നില്ല. അതുകൊണ്ട് ഫഇദാ അസാബത്ക മുസീബത്തും മിമ്മാ തക്റഹ, വെറുപ്പുള്ള നമുക്ക് ഇഷ്ടമില്ലാത്ത ദുരിതങ്ങളോ വിപത്തോ പിടിപെട്ടാൽ ഫഇന്നക തഅലം, നിശ്ചയം നീ ഉറപ്പായിട്ടും അറിയണം, മനസ്സിലാക്കണം, അന്ന ഹാദാ മക്തൂബുൻ ഫിൽ ലൗഹിൽ മഹ്ഫൂദ്, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ലൗഹിൽ മഹ്ഫൂദിൽ എഴുതി രേഖപ്പെടുത്തിയതാണ്. ഇതവിടെ എഴുതി രേഖപ്പെടുത്തി വെക്കപ്പെട്ട കാര്യം. വലാ ബുദ്ദ അൻ യഖ, ഇത് വരാതെ കഴിയൂല എന്നുള്ളത്. അങ്ങനെ ഒരാൾ മനസ്സിലാക്കിയാൽ ഫതതസല്ലാ ബിദാലിക അനിൽ ജസഇ വസ്സഖത് വതുഅ്മിന ബില്ലാഹി അസ്സ വജൽ, അല്ലാഹുവിന്റെ വിശ്വാസം അത് അരക്കിട്ടുറപ്പിക്കുകയും അതിന്റെ പേരിൽ അല്ലാഹുവിനോട് ദേഷ്യപ്പെടുകയോ വെപ്രാളം കാണിക്കുകയോ അസ്വസ്ഥം പ്രകടിപ്പിക്കുകയോ ചെയ്യാതെ സമാധാനിക്കാനും കഴിയും, ക്ഷമിക്കാൻ കഴിയും, സമാധാനിക്കാൻ കഴിയും. നമ്മുടെ വിശ്വാസത്തിന് അത് ബാധിക്കുകയില്ല എന്ന് മാത്രമല്ല, അള്ളാഹുള്ള വിശ്വാസം അത് അരക്കിട്ടുറപ്പിക്കുകയും ചെയ്യും. ഇത് അള്ളാഹു തീരുമാനിച്ചതാണ്. ആരോട് പരിഭവം പറഞ്ഞിട്ടും ആരോട് സഹായത്തെ തേടിയിട്ടും യാതൊരു കാര്യമില്ല. ഇത് എനിക്കല്ല തീരുമാനിച്ചതാണ്, കണക്കാക്കിയതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഇഹ്രിസ് അലാ മാ യൻഫഉ, നിനക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ, ദുനിയാവിലോ ഉപകാരപ്രദമായ കാര്യങ്ങൾ ഇഹ്റിസ് വെക്കുക, അതിനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുക. വസ്തഈൻ ബില്ലാ, അല്ലാഹുവിനോട് സഹായത്തെ തേടുക, അല്ലാഹുവിനോട് സഹായത്തെ തേടുക. ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി ഒരിക്കൽ പറഞ്ഞു, ഒരാൾക്കൊരു കാര്യം ചെയ്യാൻ പ്രയാസമായി അനുഭവപ്പെടുകയാണെങ്കിൽ
ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയുന്ന ദിക്ർ അവൻ വർദ്ധിപ്പിക്കാൻ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അപ്പോൾ നാം പ്രതീക്ഷിക്കാത്ത സഹായങ്ങൾ അല്ലാഹുവിൽ നിന്ന് നമുക്ക് ലഭിക്കും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. വസ്തഈൻ ബില്ലാ, നീ അല്ലാഹുവിനോട് സഹായത്തെ തേട. വലാ തഅജസൻ, ഒരിക്കലും നീ ബലഹീനനായി പിന്മാറണ്ട. ബലഹീനനായി കഴിയൂല എന്ന് പറഞ്ഞ് പിന്മാറരുത്. ദീനിലാണെങ്കിലും ദുന്യാവിലാണെങ്കിലും നമുക്ക് ഉപകാരമുള്ള കാര്യങ്ങളാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് തന്ന ഏറ്റവും നല്ല ഒരു ഉപദേശം, ദീനിലോ ദുന്യാവിലോ ഉപകാരമുള്ള കാര്യങ്ങളാണെങ്കിൽ അതിൽ ഹിർസ് വെക്കുക, അള്ളാഹുവിനോട് സഹായത്തെ തേടുക, ഒരിക്കലും ബലഹീനനായി പിന്മാറരുത്. അങ്ങനെ ഫഇൻ അസ്വാബക ഷൈഉൻ, അങ്ങനെ പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും, നാം ആഗ്രഹിക്കാത്ത എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചാൽ തന്നെ ഫലാ തഖുൽ, നീ പറഞ്ഞു പോകരുത് ലൗ അന്നി ഫഅൽതു കദാ വകദാ ലകാന കദാ വകദാ, ഞാൻ ഇന്നത് ചെയ്തേക്കാണെങ്കിൽ അങ്ങനെ നടന്നിരുന്നു, ഞാൻ അന്ന് ആ വഴിക്ക് പോയിട്ടില്ലെങ്കിൽ, ഞാൻ അന്ന് ആ കച്ചവടം തുടങ്ങിയിട്ടില്ലെങ്കിൽ എന്നുള്ള കാര്യങ്ങൾ ഒരിക്കലും നീ പറയരുതേ. അങ്ങനെ ചെയ്താൽ ഇങ്ങനെയായിരുന്നു, ഇങ്ങനെ ചെയ്താൽ അങ്ങനെ എന്ന് പറയരുതേ. ഇങ്ങനത്തെ വാക്കുകൾ ഒരിക്കലും നീ പറയരുതേ. വലാകിൻ ഖുൽ ഖദ്ദറല്ലാഹു വമാ ശാഅ ഫഅൽ, അല്ലാഹുവിന്റെ തീരുമാനം അവൻ എഴുതി രേഖപ്പെടുത്തി വെച്ച കാര്യമാണ്, അവൻ കണക്കാക്കിയതാണ്, അവൻ ഉദ്ദേശിച്ചത് അവൻ ചെയ്യും എന്ന് പറഞ്ഞ് സമാധാനിക്കുക. ഇങ്ങനെ പറയുമ്പോൾ അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കും. അതിലേറെ നല്ലത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കൽ ഒരു പക്ഷേ പകരമാക്കി തരും. അള്ളാഹുവിലുള്ള വിശ്വാസം ഈമാനെയും അത് ബാധിക്കുകയും ഇല്ല, ഈ പറയുന്ന മുസീബത്ത് ബാധിക്കുകയുമില്ല. തുടർന്നുകൊണ്ട് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ പറയുന്ന ഖദറിന്റെ വിശ്വാസത്തിന്റെ അതിന്റെ പ്രാധാന്യം വീണ്ടും വീണ്ടും ഉണർത്തിക്കൊണ്ട് പറയാണ്, വഅലൽ അബ്ദ്, അടിമകളായ ഓരോരുത്തർക്കും നിർബന്ധമാണ്, അൻ യഅലമ, അവൻ അറിയൽ, അന്നല്ലാഹ ഖദ് സബഖ ഇൽമുഹു ഫീ കുല്ലി കായിനിൻ മിൻ ഖൽഖി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികൾ ഓരോ സൃഷ്ടികളിലും എന്തൊക്കെ കാര്യങ്ങളാണോ തീരുമാനിച്ചത് അതിനെക്കുറിച്ചുള്ള അവന്റെ അറിവ് മുൻകടന്നതാണ്. ഈ സൃഷ്ടികളെ സൃഷ്ടിക്കുന്നതിന്റെ 50,000 വർഷം മുമ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് മുഴുവൻ എഴുതി രേഖപ്പെടുത്തി വെക്കാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട്. അവന്റെ ഇൽമ്, ഇതിനെക്കുറിച്ചുള്ള വിശദമായ അറിവ് അള്ളാഹുവിന്റെ കൂടെ ഉണ്ട് താനും. അള്ളാഹുവിന്റെ കൂടെ അവന്റെ അറിവ് എന്ന് പറയുന്ന ആ വിശേഷണം ഉണ്ട് താനും. അവന്റെ സൃഷ്ടികളെ കുറിച്ചുള്ള വിശദമായ അറിവുണ്ട്. അള്ളാഹുവിന്റെ ഇൽമ് മുൻകടന്നതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു അറിഞ്ഞതനുസരിച്ച് ഫഖദ്ദറ ദാലിക തഖ്ദീറൻ മുഹ്കമൻ മുബ്റമൻ, അറുത്ത് മുറിച്ച് കുറ്റമറ്റ നിലക്ക് വ്യക്തമായ ലക്ഷ്യത്തോടുകൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് മുഴുവനും എഴുതി രേഖപ്പെടുത്തി തീരുമാനിച്ച് കണക്കാക്കി വെക്കുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അറിഞ്ഞതനുസരിച്ച് മുബ്റം എന്ന് പറഞ്ഞാൽ അറുത്ത് മുറിച്ചത്, യാതൊരു മാറ്റത്തിരുത്തലിനും ആവശ്യമില്ലാത്ത, പിന്നീട് ഒരു പരിശോധനയ്ക്ക് സാധ്യതയില്ലാത്ത, അതിന്റെ ആവശ്യമില്ലാത്ത നിലക്ക് നമ്മൾ പറയുന്ന അറുത്ത് മുറിച്ച തീരുമാനം എന്നൊക്കെ പറയുന്നത് പോലെ മുഹ്കമൻ, കുറ്റമറ്റ നിലക്ക് വ്യക്തമായ ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു ഇതൊക്കെ എഴുതി രേഖപ്പെടുത്തി തീരുമാനിച്ചു വെച്ചതാണ്. ലൈസ ഫീഹി നാഖിദുൻ വലാ മുഅഖിബ്, അള്ളാഹുവിന്റെ തീരുമാനത്തിന് പൊളിച്ചു കളയുന്ന ഒരു ശക്തിയുമില്ല. അള്ളാഹുവിന്റെ തീരുമാനത്തിന് നിരൂപണം നടത്തി അതിൽ മാറ്റം വരുത്താൻ കഴിവുള്ള ഒരാളുമില്ല. വലാ മുസീലുൻ വലാ മുഗയ്യിർ, അള്ളാഹുവിന്റെ തീരുമാനത്തിന് അതിനെ ഒഴിവാക്കാൻ, അതിനെ മാറ്റം വരുത്താൻ ഒരാളുമില്ല. വലാ നാഖിസുൻ വലാ സായിദ്, അതിന് കൂട്ടാൻ ഒരാളും അതല്ലെങ്കിൽ അതിൽ കുറക്കാനും അവന്റെ സൃഷ്ടികളിൽപ്പെട്ട ആരുമില്ല. ഫീ സമാവാതിഹി വ അർദ്, അള്ളാഹുവിന്റെ ആകാശങ്ങളിലല്ല ഭൂമിയിലും. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാര് പഠിപ്പിച്ചു തരുന്ന അധ്യാപനങ്ങൾ ഇതാണ്. ഒരു സംശയവുമില്ല, കൃത്യമായ കാര്യങ്ങൾ. ഇങ്ങനത്തെ ഗ്രന്ഥങ്ങൾ പഠിക്കാത്ത, ഇങ്ങനത്തെ സദസ്സുകൾ കാണാത്ത ഖുറാഫികളാണ്, ലലാലത്തിന്റെ വഴികേടിന്റെ ആളുകളാണ്. ഔലിയക്ക് അത്തരണ്ട്, ഇവിടുത്തെ തങ്ങക്ക് ഇത്തരണ്ട്, മറ്റുള്ള പണ്ഡിതന് അത്തരണ്ട്, അള്ളാഹു തആലാക്ക് ഇങ്ങനെ സഹായികളുണ്ട്, മുദബ്ബിറുണ്ട്, മുദബ്ബിറുൽ ആലമുണ്ട് എന്ന് പറഞ്ഞ ലലാലത്ത് വഴികേടുകൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നവർ. അഹ്ലുസുന്നന്റെ പണ്ഡിതന്മാര് ഇത്തര കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ ഒരു സംശയമില്ലാത്ത നിലക്ക് അള്ളാഹുവിന്റെ തീരുമാനങ്ങളിൽ മാറ്റത്തിരുത്തൽ വരുത്താനോ അതിന് നിരൂപണം നടത്താനോ അതിൽ കൂട്ടാനോ അതിൽ കുറക്കാനോ ഒരു ശക്തിയും അവന്റെ ആകാശങ്ങളിലില്ല, ഭൂമിയില്ല, മലക്കുകളിലില്ല, ജിന്നുകളിലില്ല, മനുഷ്യരിലില്ല, മറ്റൊരു ശക്തിയുമില്ല എന്ന് ഇത്തരം വ്യക്തമായിക്കൊണ്ട് ഈ പറയുന്ന പണ്ഡിതന്മാർ ഇങ്ങനത്തെ അധ്യാപനങ്ങൾ പറഞ്ഞു തരുന്നു അവരുടെ ശിഷ്യന്മാർക്ക്. അവരുടെ ഗ്രന്ഥങ്ങൾ എഴുതി വെക്കുകയും ചെയ്തിരിക്കുന്നു. ഇത് ശരിക്കും കൃത്യമായി പഠിച്ച് ജീവിക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ അവന്റെ മനസ്സ് സമാധാനത്തോടെ സന്തുലിതമായ അവസ്ഥയിൽ അവന് സന്തോഷിപ്പിക്കുന്ന അനുഗ്രഹങ്ങൾ അവന്റെ തലക്ക് മേലെ മറിഞ്ഞു എന്ന് കരുതി മതിമറന്നുകൊണ്ട് അഹങ്കരിച്ച് ആഹ്ലാദിച്ചു പോകൂല.
വിപത്തുകൾ ലോകത്തുള്ള നാട്ടിലുള്ള ആളുകൾ, കുടുംബത്തിലുള്ള ആളുകൾ മുഴുവൻ ഒറ്റപ്പെടുത്താനും ആദർശത്തിന്റെ പേരിൽ കൂട്ടത്തിൽ മാറ്റി നിർത്താനും അവനെ കഷ്ടപ്പെടുത്താനും വന്നു എന്ന് കരുതി തകർന്ന് തരിപ്പണമായ ആദർശം കൈയൊഴിഞ്ഞ് പിന്മാറും. അവന്റെ കാര്യത്തിൽ കൃത്യതയോടുകൂടെ മുന്നേറാൻ കഴിയും. അവന്റെ കാര്യത്തിൽ അവന് വ്യക്തതയുണ്ടാകും. പരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹു ചിലപ്പോൾ അനുഗ്രഹങ്ങൾ തരും, ദുരിതങ്ങൾ തരും. അവന്റെ നിലപാടിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല. ആദർശത്തിൽ നിന്ന് അവൻ പിന്മാറുന്ന പ്രശ്നം ഉണ്ടാകൂല. ഈ കാര്യങ്ങൾ പഠിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ وذلك من عقد الإيمان وأصول المعرفة والاعتراف بتوحيد الله تعالى وربوبيته. ഈ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ ഈമാൻ, അവന്റെ വിശ്വാസം, അവന്റെ അറിവിന്റെ ഈമാനിന്റെ തറയാണിത്, അടിസ്ഥാനാണ്. ഈ കാര്യങ്ങൾ ഇങ്ങനെ വ്യക്തമായിട്ട് മനസ്സിലാക്കൽ. അള്ളാഹുവിന്റെ തീരുമാനത്തിനെ കുറിച്ച്, ഖദറിനെ കുറിച്ചുള്ള ഇത് അവന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണ്, അതിന്റെ തറയാണിക്കല്ലാണ്. അള്ളാഹുവിന്റെ തൗഹീദുർ റുബൂബിയ്യത്ത്, അതിനോട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ തൗഹീദുൽ ഉലൂഹിയ്യത്ത് ഒരാൾക്കുണ്ടാകുന്ന ആ വരുന്ന വിശ്വാസമാണിത്. കാരണം കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് അള്ളാഹു മാത്രമാണ്. അള്ളാഹുവിന്റെ കൂടെ സഹായിക്കാനോ പങ്കുകാരോ അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ തീരുമാനത്തിൽ നിരൂപണം നടത്താനോ അവിടെ കൈകടത്താനോ അവിടെ മാറ്റത്തിരുത്തൽ വരുത്താനോ ഒരാളും ഒരു സൃഷ്ടിയുമില്ല എന്നുള്ള അചഞ്ചലമായ വിശ്വാസം. ഇതാണ് തൗഹീദുർ റുബൂബിയ്യ. ഇത് അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളാണ്, അവന്റെ അറിവാണ്, അവന്റെ തീരുമാനങ്ങളാണ്, അവൻ എഴുതി രേഖപ്പെടുത്തി വെച്ചതാണ്, അവൻ കണക്കാക്കിയതാണ്. അതിൽ പിന്നെ വേറൊരാൾക്കും കൈകടത്തലുകളില്ല എന്നുള്ള അചഞ്ചലമായ വിശ്വാസം. ഇതാണ് തൗഹീദുർ റുബൂബിയ്യത്ത്. ആ തൗഹീദുർ റുബൂബിയ്യത്ത് അത് കൃത്യം ക്ലിയർ ആകുമ്പോൾ അവന്റെ തൗഹീദുൽ ഉലൂഹിയ്യത്തും അള്ളാഹുവിന്റെ അസ്മാ സിഫാത്തിലെ തൗഹീദും അത് ശരിയാകും ചെയ്യും. ഇതിൽ ശരിയായ നിലയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാതെ നിൽക്കുമ്പോഴാണ് ഈ ലോകത്ത് പലർക്കും കഴിവുണ്ട്, പലതും ചെയ്യുമെന്നുള്ള വിശ്വാസങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നതിന് പകരം സൃഷ്ടികളിലേക്ക് മനസ്സ് മുന്നിടും. അങ്ങനെ ആ വ്യക്തികൾ മനസ്സിന് സമാധാനം ഉണ്ടാകൂല. അവര് ഉത്കണ്ഠയോടുകൂടെ, പേടിയോടുകൂടെ ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോകേണ്ട അവസ്ഥകൾ ആളുകൾക്ക് വരും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഖലഖ കുല്ല ഷൈഇൻ ഫഖറഹു തഖ്ദീറ. എല്ലാ കാര്യത്തിനെയും അല്ലാഹുവാണ് സൃഷ്ടിച്ചത്. അതിന്റെ കാര്യങ്ങൾ മുഴുവനും അല്ലാഹുവാണ് എഴുതി രേഖപ്പെടുത്തി കണക്കാക്കി വെച്ചിട്ടുള്ളതും അവനാണ്, അല്ലാഹുവാണ്. മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വകാന അംറുല്ലാഹി ഖദറൻ മഖ്ദൂറ. കൃത്യമായി എഴുതി രേഖപ്പെടുത്തി വെക്കപ്പെട്ട കാര്യങ്ങളാണ് അള്ളാഹുവിന്റെ കാര്യങ്ങൾ, തീരുമാനങ്ങൾ മുഴുവനും. ഒരു മാറ്റവുമില്ലാത്ത, ഒരു ഇളക്കവും തട്ടാത്ത, അതിൽ മറ്റുള്ളവർക്ക് കൈകടത്തലുകളില്ലാത്ത. ഷെയ്ഖ് റഹ്മത്തുള്ളാഹി പറയാണ്, ഫവൈലുൻ, എല്ലാവിധ നാശവും, ലിമൻ സ്വാറ ലില്ലാഹി തആല ഫിൽ ഖദരി ഖസീമ. അള്ളാഹുവിന്റെ ഈ വിധിയുടെ കാര്യത്തിൽ അള്ളാഹുവിന്റെ മറുപക്ഷത്ത് നിൽക്കുന്ന ആളുകൾ. മറുപക്ഷത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ എതിരാളി എന്ന് പറഞ്ഞാൽ, എന്തിനാ അള്ളാഹ് എന്നെ കാര്യമൊക്കെ തീരുമാനിച്ചു, അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ്, ഇന്ന കാര്യങ്ങൾക്ക് എന്തുകൊണ്ട് അള്ളാഹ് അങ്ങനെ ചെയ്തു, ഇവർക്ക് എന്തുകൊണ്ട് സമ്പത്ത് കൊടുത്തു, അവനെങ്ങനെ ഇതുപോലത്തെ ദുരിതത്തിലാക്കി, അവരെങ്ങനെ കുഫാറുകളാക്കി, ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ, വിമർശനങ്ങളും കാര്യങ്ങളായിട്ട് അള്ളാഹുവിന്റെ ഈ വിഷയങ്ങൾ ഖദറില് വ്യക്തമായി അത് അംഗീകരിക്കാനും വിശ്വസിക്കാനും അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണെന്ന് അള്ളാഹുവിന് വിട്ടുകൊടുക്കാതെ അള്ളാഹുവിന്റെ എതിരാളിയായി മറുപക്ഷത്ത് നിൽക്കുന്ന മനുഷ്യന് എല്ലാവിധ നാശവും. അങ്ങനെ വഅഹ്ളറ ലിന്നവരി ഫീഹി ഖൽബൻ സഖീമ, രോഗിയായ അവന്റെ മനസ്സുകൊണ്ട്, അവന്റെ ഹൃദയം കൊണ്ട് അള്ളാഹുവിന്റെ കാര്യങ്ങളിൽ ചിന്തിക്കാനും ആലോചിക്കാനും അതിനെക്കുറിച്ച് വിശകലനം ചെയ്യാനും ചർച്ച ചെയ്യാനും പോയി. അവന്റെ ഹൃദയത്തിന് ആരോഗ്യമുള്ള, നല്ല ഈമാനുള്ള, നല്ല തഖ്വയുള്ള മനസ്സാണെങ്കിൽ അള്ളാഹുവിന് വിട്ടുകൊടുക്കും. ഈ കാര്യങ്ങൾ അള്ളാഹുവാണ് സൃഷ്ടിച്ചത്, അവനാണ് വിധിച്ചത്, തീരുമാനിച്ചത് അവനാണ്, നമ്മൾ അവന്റെ അടിമകളാണ്, നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കുക എന്ന് പറഞ്ഞ് അവർ അള്ളാഹുവിന്റെ അടിമയായി ആണെന്നുള്ള ആ കാര്യം അംഗീകരിച്ചു പോകും. അതിന് തയ്യാറാകാതെ അള്ളാഹുവിന്റെ ഓരോ കാര്യങ്ങളിലും വിമർശനങ്ങളായിട്ട് ചർച്ച ചെയ്തുകൊണ്ട് വിശകലനം ചെയ്തുകൊണ്ട് അവന്റെ രോഗിയായ ആ ഹൃദയത്തിനെ അതിൽ ചിന്തിക്കാൻ വിട്ടു. അള്ളാഹു അവന്റെ ഖദർ, അള്ളാഹുവിന്റെ രഹസ്യമായ കാര്യമാണ്, സൃഷ്ടികൾക്ക് അത് അറിയിച്ചു കൊടുത്തിട്ടില്ല. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. ആ മറഞ്ഞ കാര്യത്തിൽ ചർച്ച ചെയ്യാനും അതിൽ വിശകലനം ചെയ്യാനും അതിനെക്കുറിച്ച് അന്വേഷിക്കാനും അവന്റെ ഊഹങ്ങളും അവന്റെ മനസ്സിന്റെ ചിന്തകളുമായിട്ട് അവൻ പോയി. അതാ ഷെയ്ഖ് പറയുന്നത്. അങ്ങനെ ബിമാ ഖാല ഫീഹി അഫാകൻ അസീമ, അള്ളാഹുവിന്റെ ഈ ഖദറിന്റെ കാര്യത്തിൽ കള്ളങ്ങളും ആരോപണങ്ങളും പറഞ്ഞുകൊണ്ട് ഖദരികളായ ഒരു വിഭാഗം ആളുകൾ ഉണ്ടായിരുന്നു.
മജൂസു ഹാദിഹിൽ ഉമ്മ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കുറിച്ച് പറഞ്ഞ് ഒരു വിഭാഗം അള്ളാഹു കാര്യങ്ങൾ മുൻകൂട്ടി അറിഞ്ഞിട്ടില്ല, തീരുമാനിച്ചിട്ടില്ല, കാര്യങ്ങളൊക്കെ അപ്പക്കപ്പളെ നടക്കുന്നതാണ്, ഉനുഫാണ് എന്നൊക്കെ പറഞ്ഞ വഴി പഴച്ച വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. അവരും കൂടിയൊക്കെ വിമർശിച്ചുകൊണ്ടാണ് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞത്. ഖദറിനെ കുറിച്ച് ഷെയ്ഖ് അല്പം ദീർഘമായി ഈ കാര്യം പല വാക്കുകളിൽ കൂടെ ഹദീസുകളിൽ നിന്നും ആയത്തുകളിൽ നിന്നും എടുത്ത് അധ്യാപനങ്ങൾ പറഞ്ഞു. നമ്മൾ ഈ പറയുന്ന ദർസുകൾ കൂടുതൽ കേട്ട് അതിലെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് പരസ്പരം ചോദിച്ച് മനസ്സിലാക്കി ഈ പറയുന്ന ആദർശം മനസ്സിലുറപ്പിച്ച് സമാധാനത്തോടുകൂടി ഈ പറയുന്ന ആദർശത്തിലുള്ള വ്യക്തതയോടുകൂടെ മുന്നോട്ട് പോകുന്ന പക്ഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കും. ഈ പറയുന്ന ആദർശത്തിൽ നിന്ന് വ്യതിചലിക്കാതെ ഇതിൽ മുന്നോട്ട് പോകാൻ ഇതുപോലത്തെ അധ്യാപനങ്ങൾ നമുക്ക് ഉപകാരപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി പഠിച്ച് മനസ്സിലാക്കി നമ്മുടെ ആദർശത്തിനെ ഭദ്രതയോടുകൂടെ കെട്ടുറപ്പോടുകൂടെ നിലനിർത്തി മുന്നോട്ട് പോകാൻ അവൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിന്റെ സഹായികളായ മുഅ്മിനീങ്ങളുടെയും ശത്രുക്കളായ ആളുകളെ اللهم عليك بهم فإنهم لا يعجزونك. اللهم أعز الإسلام والمسلمين وأذل الشرك والكفرة والمعتدين. اللهم عليك بهم فإنهم لا يعجزونك. حسبنا الله ونعم الوكيل. وصلى الله وسلم وبارك على نبينا محمد وآله وصحبه.